തിരുനാമമാറാകട്ടെ. परमेश्वर के धन्य नाम की महिमा हो। അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി കർത്താവിനെ സ്തുതിക്കുന്നു. इस आशीषित सुंदर समय के लिए परमेश्वर को धन्यवाद देते हैं। ഈ ഞായറാഴ്ചയുടെ പകൽ ദൈവസന്നിധിയിൽ കൂടി വരുവാൻ എല്ലാവർക്കും ദൈവം തന്ന വലിയ അവസരത്തിനായി കർത്താവിനെ സ്തോത്രം ചെയ്യുകയാണ്. इस रविवार के दिन सभी लोगों को इस प्रकार प्रभु की उपस्थिति में आने के लिए जो अवसर मिला, मैं परमेश्वर को धन्यवाद देता हूँ। വിശേഷാൽ കർത്താവിന്റെ ദാസൻ ദീപപാസനായി കർത്താവിനെ സ്തുതിക്കുന്നു. विशेष रूप से परमेश्वर के दास दीप पास्टर के लिए मैं परमेश्वर को धन्यवाद देता हूँ। പരിശുദ്ധാത്മാവ് എല്ലാവരെയും സഹായിക്കുമാറാകട്ടെ. परमेश्वर की आत्मा हर एक लोगों की सहायता करे। കർത്താവിന്റെ ദാസൻ ഷോജയ്ക്കായി കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. परमेश्वर के दास भाई शोजो के लिए प्रभु का धन्यवाद देते हैं। പരിശുദ്ധാത്മാവ് നമ്മെ സംസാരിക്കുന്ന നിമിഷങ്ങളാണ് അടുത്ത നിമിഷങ്ങൾ. और आने वाले समय हालेलुया अगले कुछ पल परमेश्वर की आत्मा हमसे बात करने जा रही है। ദൈവം മനുഷ്യനോട് നേരിട്ട് സംസാരിക്കുന്നുണ്ട്, പക്ഷെ അത് വളരെ വിരളമാണ് ജീവിതത്തിൽ. और परमेश्वर हालेलुया अपने लोगों से हर दिन बात करते हैं। എന്നാൽ ദൈവം മനുഷ്യനോട് സംസാരിക്കുവാൻ ദൈവം കണ്ടിരിക്കുന്ന ഒരു മാധ്യമമാണ്, ഒരു മാർഗമാണ് ദൈവത്തിന്റെ വചനം എന്നുള്ളത്. हालेलुया मगर परमेश्वर हालेलुया सीधा सीधा मनुष्यों से बात करते हैं, मगर उससे बढ़कर परमेश्वर मनुष्यों से बात करने के लिए एक माध्यम जो रखा है वो है परमेश्वर का वचन। ദൈവത്തിന്റെ വചനം ഒരു കണ്ണാടിയിൽ നാം കടമൊഴിയായി കാണുന്നത് നമ്മുടെ ലൈഫിനെ, ജീവിതത്തെ വരച്ചു കാണിക്കുവാൻ ദൈവത്തിന്റെ വചനം നമ്മെ സഹായിക്കും. एक आईने में जिस प्रकार हम अपने चेहरे को साफ साफ देख सकते हैं, वैसे ही परमेश्वर का वचन भी हमारे जीवन को, हमारे जीवन की हर एक अवस्थाओं को साफ साफ हमें दिखाता है। ദൈവത്തിന്റെ വചനവുമായി നിങ്ങൾക്ക് ഭയങ്കര ബന്ധമുണ്ട്. परमेश्वर के वचन के साथ एक हमारा गहरा संबंध है। മനുഷ്യ ജീവിതങ്ങൾ അവന്റെ ആത്മീയ ഭൗതിക സമസ്ത മേഖലകളൊക്കെ കോർത്തിണങ്ങി കിടക്കുന്ന ഒരു മേഖലയാണ് ദൈവത്തിന്റെ വചനം എന്നുള്ളത്. हालेलुया मनुष्य का जीवन जो है परमेश्वर के वचन से काफी तालमेल रखता है, उससे जुड़ा हुआ है। അതുകൊണ്ടാണ് അപ്പോസ്തലന്മാരൊക്കെ വചനത്തെ ഉപേക്ഷയായി വിചാരിക്കാതെ വചന ധ്യാനത്തിൽ മുഴുകിയിരുന്നത്. ജനത്തിലെ വചനം അവർക്കറിയാമായിരുന്നു. इसलिए प्रेरित लोगों के जीवन को भी जब हम देखते हैं, उनको मालूम था कि परमेश्वर का वचन काफी महत्वपूर्ण है, इसलिए अपने लोगों के लिए परमेश्वर के सम्मुख वो वचन के लिए प्रार्थना करते थे। കേൾക്കപ്പെടുന്ന ദൈവജന ഒരു പ്രസംഗമായി മാത്രം സ്വീകരിക്കാതെ അത് ജീവിതത്തിലേക്ക് നിങ്ങൾ സ്വീകരിക്കാൻ മനസ്സുണ്ടെങ്കിൽ വചനം നിങ്ങളുടെ ലൈഫിൽ അത്ഭുതം ചെയ്യും. सुनने वाले वचनों को केवल एक प्रचार के समान ना सुनते हुए, मगर अगर आप अपने जीवन में वचनों को स्वीकार करने के लिए तैयार हैं, तो ये वचन आपके जीवन में अद्भुत छुटकारा दे सकता है। നമുക്കൊരു വാക്യം ശ്രദ്ധിക്കാം. അപ്പൊ സുവിശേഷം യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായം. एक वचन की ओर हम आएंगे, यूहन्ना का सुसमाचार उसका 5वां अध्याय, അതിന്റെ 7-ാം വാക്യം നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നു. उसके 7वें पद को आपके ध्यान में मैं लाना चाहता हूँ। അവിടെ നാം ഇങ്ങനെയാണ് വായിക്കുന്നത്. वहां पर इस प्रकार हम पढ़ते हैं, യജമാനെ വെള്ളം കലങ്ങുമ്പോൾ എന്നെ കുളത്തിലിറക്കുവാൻ എനിക്ക് ആരുമില്ല, ഞാൻ തന്നെ ചെല്ലുമ്പോൾ മറ്റൊരുത്തൻ എനിക്ക് മുമ്പായി ഇറങ്ങുന്നു എന്ന് ഉത്തരം പറഞ്ഞു. हालेलुया 5वें अध्याय के 7वें पद में इस प्रकार लिखा है, उस बीमार ने उसको उत्तर दिया है, प्रभु मेरे पास कोई मनुष्य नहीं कि जब पानी हिलाया जाए तो मुझे कुंड में उतारे, परंतु मेरे पहुंचते पहुंचते दूसरा मुझसे पहले उतर जाता है। ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. एक पल हम प्रार्थना करेंगे। പ്രിയ പിതാവേ, നല്ല നിമിഷത്തിനായി കർത്താവിനെ സ്തുതിക്കുന്നു. प्रिय पिता, सुंदर समय के लिए हम आपको धन्यवाद देते हैं। അത് ഞങ്ങളോട് സംസാരിക്കേണ്ടതിനായി പ്രാർത്ഥിക്കുകയാണ്. आप हमसे बात करें, हम आपसे प्रार्थना करते हैं। ദൈവം ഇന്ന് പകൽ ഞങ്ങളോട് ഇടപെടുമാറാകണം. आज दिन के समय परमेश्वर आप हमसे बात करें। വചനത്താലും പരിശുദ്ധാത്മാവിനാലും അങ്ങ് ഞങ്ങളെ നിറയ്ക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. वचनों से और परमेश्वर की आत्मा से हमें परिपूर्ण करने के लिए हम प्रार्थना करते हैं। സ്വർഗ്ഗ അത്ഭുതം ചെയ്യും യേശുവിൻ നാമത്തിൽ ആമേൻ. स्वर्ग आप अद्भुत करे सब कुछ यीशु के नाम में, आमीन। യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായത്തിൽ യേശു ഒരിക്കൽ പെരുന്നാളിന് പോകുന്നതായി നമ്മൾ കാണാൻ കഴിയുന്നു. यूहन्ना के सुसमाचार 5वें अध्याय में यीशु मसीह एक पर्व में जाते हुए हम देख सकते हैं। യഹൂദന്മാരുടെ ഒരു ഉത്സവം ഉണ്ടായിരുന്നു എന്നാണ് വചനം നമ്മെ പഠിപ്പിക്കുന്നത്. वचन कहता है कि यहूदियों का एक पर्व हुआ करता था। എല്ലാ ജൂതനായി പിറന്നവരൊക്കെ അവരുടെ ഉത്സവങ്ങൾ നടക്കുന്ന സമയത്ത് സ്വദേശിയാണെങ്കിലും പരദേശിയാണെങ്കിലും അവരുടെ നാട്ടിലെത്തുക, ഉത്സവത്തിൽ കൂടുക എന്നുള്ളത് അവരുടെ പതിവായിരുന്നു. और यहूदी लोग हो या फिर हालेलुया जो कोई लोग होते थे, वो अपने पर्व को मनाने के लिए यरूशलेम पहुंचते थे। അങ്ങനെ യെരൂശലേമിലേക്ക് ഉത്സവം കൂടുവാൻ വേണ്ടി വരുമ്പോൾ इस प्रकार यीशु भी उस पर्व में शामिल होने के लिए जब यरूशलेम आए, കർത്താവ് കടന്നുപോയ ഒരു പ്രത്യേക ഇടമുണ്ടായിരുന്നു. हालेलुया यीशु मसीह वहां पर एक महत्वपूर्ण जगह में जाते हुए हम देख सकते हैं। അത് യെരൂശലേമിലുള്ള ഒരു കുളത്തിനരികിലേക്കാണ് കർത്താവ് പോയത്. यरूशलेम के निकट एक कुंड था, उस कुंड के पास जाते हुए हम देख सकते हैं।
ബൈബിൾ ഇങ്ങനെയാണ് പറഞ്ഞത്, യെരുശലേമിൽ ആട്ടുപാതിക്കൽ ബെഥെസ്ദ എന്ന് പറയുന്ന ഒരു എബ്രായ പേരുള്ള കുടമുണ്ടായിരുന്നു. और दूसरे पद में इस प्रकार लिखा है कि यरूशलेम में बेट फाटक के पास एक खुंड है जो इब्रानी भाषा में बेतसदा कहलाता है। അതിന് 5 മണ്ഡപങ്ങൾ ഉണ്ടായിരുന്നു. उसके 5 ओसारे हैं। ഈ 5 മണ്ഡപങ്ങളിൽ വ്യത്യസ്തരായിരിക്കുന്ന മനുഷ്യർ താമസിച്ചിരുന്നു. इन 5 ओसारे में अलग अलग प्रकार के लोग रहते हैं। അവരൊക്കെയും രോഗികളായിരുന്നു. ये सब लोग बीमार हैं। ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്നു നാനാവ്യാധി പിടിച്ചവർ, अलग अलग प्रकार की बीमारियों से ग्रस्त। കുരുടരായ മനുഷ്യരുണ്ടായിരുന്നു, वहां पर अंधे लोग थे, മുടന്തരായ മനുഷ്യരുണ്ടായിരുന്നു. लंगड़े वहां पर पड़े हुए हैं। 5 മണ്ഡപത്തിൽ ക്ഷയരോഗികളായ മനുഷ്യരുണ്ടായിരുന്നു. 5 ओसारे में हालेलुया कोढ़ के बीमार लोग वहां पर हैं। ഈ നാനാവ്യാധി പിടിച്ചെന്ന് പറഞ്ഞാൽ ഒന്നിലധികം രോഗങ്ങളെയാണ് വ്യാധി എന്ന് പറയുന്നത്. देखो हालेलुया अलग अलग प्रकार की बीमारियां वहां पर हम देख सकते हैं। ചിലർ പറയാറുണ്ടല്ലോ, പാസ്റ്റർ ഭയങ്കര തലവേദന, कुछ लोग बोलते हैं कि है पास्टर जी बहुत ज्यादा सर दर्द है। കാലുവേദനയാണ് പറഞ്ഞറിയിക്കാം, अगर पैर दर्द है तो हम बता सकते हैं। നടുവിന് വല്ലാത്ത അസ്വസ്ഥത, कमर में दर्द है। ഒന്നിലധികം രോഗങ്ങൾ ശരീരത്തിൽ വഹിക്കുന്നവരാണ് വ്യാധി. देखो जिनके हालेलुया जिनके शरीर में एक से अधिक बीमारी है उनको हम रोगी कहते हैं। എന്നാൽ വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നു യേശു നമ്മുടെ വ്യാധികളെ വഹിച്ചുവെന്ന്. मगर वचन में हम देखते हैं कि यीशु ने हमारे हर एक बीमारियों को, हर एक रोगों को चंगा कर दिया है। 2 കുരുടരായ മനുഷ്യർ ആ മണ്ഡപത്തിൽ താമസിച്ചിരുന്നു. यहाँ पर हम देखते हैं अंधे लोग उस ओसारे में हैं। മുടന്തുള്ളവരുണ്ടായിരുന്നു, നടക്കുവാൻ लंगड़े लोग और सूखे अंग वाले लोग वहां पर रहते हैं। പിന്നെ ക്ഷയരോഗമുള്ളവർ അവിടെ താമസിച്ചിരുന്നു. और वहां पर कोढ़ के बीमार भी हालेलुया है करके हम देख सकते हैं। ഈ ക്ഷയമുള്ളവരുടെ പ്രത്യേകത അവരെപ്പോഴും ചുമച്ചുകൊണ്ടാണ്. और जिनका क्षय रोग है वो हमेशा खांसते रहते हैं। ഈ കുടത്തിലേക്ക് നോക്കിയാൽ എപ്പോഴും നിലവിളികളും ചുമയ്ക്കുന്ന ശബ്ദങ്ങളും, ഒരു വേദനാജനകമായ അന്തരീക്ഷമാണ് ഈ കുളത്തിന്റെ കരയിൽ. और इस कुंड की ओर जब हम देखते हैं तो अनेक दुखदायक एक अनुभव को, खांसी की आवाज, इस प्रकार के अलग अलग बीमारियों को हम वहां पर देख सकते हैं। എന്നാൽ ഈ കുളത്തിന്റെ സമീപത്ത് 38 വർഷമായി ഒരു മനുഷ്യനുണ്ട്. मगर इस कुंड के निकट एक व्यक्ति 38 साल से पड़ा हुआ है। ഇവനെ കാണുവാൻ കർത്താവ് ചെല്ലുകയാണ്. इस व्यक्ति से मिलने के लिए यीशु मसीह जाते हुए हम देखते हैं। ഉടനെ യേശു മനുഷ്യനെ കണ്ടുമുട്ടി. യേശു മനുഷ്യനുമായുള്ള സംഭാഷണത്തിൽ ഇദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ്. और यीशु उसके साथ बात करते समय उस व्यक्ति ने यीशु से इस प्रकार कहा, ഞാൻ ദീർഘവർഷങ്ങളായി ഇവിടെ കിടക്കുകയാണ്. मैं काफी सालों से यही पड़ा हूँ। ഇത്രയും വർഷം എന്നെ നഷ്ടപ്പെടുവാനുള്ള കാരണം, മുമ്പിലേക്ക് ഞാൻ കടന്നു പോകുവാനുള്ള കാരണം, എന്നെ കുളത്തിലേക്ക് ഇറക്കുവാൻ ആരുമില്ല എന്നുള്ളതാണ്. देखो इतने साल से मैं यहाँ पर इसलिए पड़ा हूँ क्योंकि मुझे कुंड में उतारने के लिए, मेरी सहायता करने के लिए कोई नहीं है। ആരെങ്കിലൊക്കെ ഏതെങ്കിലൊക്കെ മേഖലയിലേക്ക് ഇറക്കുവാൻ ആരെങ്കിലൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ ചിലരുടെ വർഷങ്ങൾ നഷ്ടപ്പെട്ടു പോകുകയില്ലായിരുന്നു. हालेलुया अनेक लोगों का जीवन जब देखते हैं, उनके साथ, उनके पास भी अगर उनकी सहायता के लिए, उनको कुछ स्थानों में उतारने के लिए लोग अगर वहां पर होते तो उनके जीवन के अनेक साल व्यर्थ नहीं हुए होते। Amen, Jesus. Praise the Lord Jesus. Hallelujah, Jesus. Amen. Praise the Lord. ആരെങ്കിലൊക്കെ എങ്ങോട്ടെങ്കിലൊക്കെ ഒന്ന് ഇറക്കുവാൻ ഉണ്ടായിരുന്നെങ്കിൽ പലരുടെയും വർഷങ്ങൾ നഷ്ടപ്പെട്ടു പോകുകയില്ലായിരുന്നു. अगर इस प्रकार अनेक लोगों की सहायता करने के लिए अगर कुछ लोग इस प्रकार होते तो उनके जीवन के अनेक साल व्यर्थ नहीं हुआ होता। ഈ മനുഷ്യന്റെ പരിഭവം ഇതായിരുന്നു, എന്നെ കുളത്തിൽ ഇറക്കുവാൻ ആരും. इस व्यक्ति के जीवन की शिकायत यही थी कि मुझे कुंड में उतारने के लिए कोई मेरा साथ नहीं, किसी ने मेरा साथ नहीं दिया। അദ്ദേഹത്തിന്റെ ഒരു പരിഭവമായിരുന്നു, എനിക്കാരും. वो अपने जीवन की शिकायत है जो वहां पर बता रहे हैं। ആരെങ്കിലൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് എവിടെയെങ്കിലൊക്കെ എത്തപ്പെടാൻ പറ്റും. अगर कोई हमारे साथ भी इस प्रकार हो तो हम भी कहीं ना कहीं पहुंच सकते हैं। എന്നാൽ ഈ മനുഷ്യന്റെ മറുപടി ഇതായിരുന്നു, എനിക്കാരുമില്ല. मगर इस व्यक्ति का उत्तर इस प्रकार है कि मेरी सहायता के लिए कोई नहीं है। ചിലർക്ക് അപ്പൻ കാണും, कुछ लोगों के साथ उनके पिता होते हैं, ചിലർക്ക് അമ്മ കാണും, कुछ लोगों के साथ उनकी माँ होती है, ചിലർക്ക് സഹോദരിമാർ കാണും, कुछ लोगों के साथ उनकी बहनें होती हैं, ചിലർക്ക് സഹോദരന്മാർ കാണും, कुछ लोगों के साथ उनके भाई लोग होते हैं, ചിലർക്ക് സ്നേഹിതന്മാർ കാണും.
कुछ लोगों के साथ उनके साथी होते हैं, പക്ഷേ ഈ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഇവൻ ആരുമില്ലായിരുന്നു. मगर इस व्यक्ति का जीवन देखते हैं तो इनके साथ देने के लिए कोई नहीं है। അതുകൊണ്ട് തന്നെ ദീർഘവർഷങ്ങൾ അദ്ദേഹത്തിന് നഷ്ടപ്പെട്ടു. इस वजह से उनके जीवन का काफी साल वहीं पर बीत गया। പലപ്പോഴും ദൈവം പ്രവർത്തിക്കുവാൻ തിരഞ്ഞെടുക്കുന്ന ചാലകങ്ങൾ മനുഷ്യരാണ്. और अनेक बार परमेश्वर के कामों के लिए परमेश्वर मनुष्यों को ही चुनते हैं। ദൈവം നേരിട്ട് വിടുവിക്കാറുണ്ട്, മനുഷ്യരിൽ കൂടി മറ്റുള്ളവരെ വിടുവിക്കാറുണ്ട്. परमेश्वर सीधे उतरकर छुटकारा देते हैं और कभी कभार परमेश्वर लोगों के जरिए भी दूसरों तक छुटकारा पहुंचाते हैं। ദൈവം മനുഷ്യരെ കൊണ്ട് വിടുവിച്ചെടുക്കാറുണ്ട്. परमेश्वर मनुष्यों को मनुष्यों के द्वारा छुड़ाते हैं। അത് ദൈവത്തിന്റെ ഒരു പദ്ധതിയിൽപ്പെട്ട കാര്യമാണ്. वो परमेश्वर की योजना में आई हुई एक बात है। എന്നാൽ ഈ വ്യക്തി പറഞ്ഞ എനിക്കാരുമില്ല എന്നാണ്. मगर यहाँ पर ये व्यक्ति कहते हैं कि मेरे सहायता के लिए कोई नहीं है। നിങ്ങൾക്കറിയാം, ഒരിക്കൽ യേശു കർത്താവ് ഒരു മലയുടെ അടിവാരത്തിലേക്ക് ഇറങ്ങി വരുമ്പോൾ आप लोग जानते हैं कि एक दिन यीशु मसीह जब एक पहाड़ के तराई में जब आए, ഒരു അപ്പൻ തന്റെ കുഞ്ഞുമായിട്ട് യേശുവിന്റെ അരികിലേക്ക് വന്നിരിക്കുകയാണ്. वहां पर एक पिता अपने बेटे को लेकर आते हुए हम देख सकते हैं। ആ പിതാവിന്റെ വേദന ഇതായിരുന്നു, തന്റെ കുഞ്ഞിനെ പലപ്പോഴും ഒരു ദുരാത്മാവ് വന്നിട്ട് ഉപദ്രവിച്ച് അവൻ വെള്ളത്തിലും തീയിലും വീഴുകയാണ്. और उस पिता का दुख, सबसे बड़ा दुख यही था कि उसके बेटे के ऊपर दुष्ट आत्मा आती है और उस बेटे को कभी आग में कभी पानी में वो धकेल देती है। വെള്ളത്തിൽ നിന്ന് രക്ഷപ്പെട്ടാൽ തീക്കകത്തേക്ക് വീഴും. पानी में से जब वो बच्चा बचकर निकलता है तो उसको आग में धकेल दिया जाता है। തീയിൽ നിന്ന് രക്ഷപ്പെട്ടാൽ വെള്ളത്തിലേക്ക് വീഴും. आग में से जब वो बचकर निकलता है तो फिर से उसको पानी में धकेल दिया जाता है। സത്യത്തിൽ ഈ തലമുറക്കെതിരെയുള്ള പോരാട്ടം ഭയങ്കരമായി. देखो, इस बच्चे के विरोध में जो शैतान का युद्ध है काफी बड़ा है। അവനെതിരെ നിന്നത് അഗ്നിയായിരുന്നു, തീയായിരുന്നു. उसके विरोध में एक आग उसके सामने खड़े होते हुए हम देख सकते हैं। തീയുടെ പ്രത്യേകത ദഹിപ്പിച്ച് കളയും, അല്ലെങ്കിൽ ചാരമാക്കി കളയും. आग की खासियत यही है कि वो भस्म कर देती है या राख बना देती है। അതിൽ നിന്ന് എങ്ങനെയും രക്ഷപ്പെട്ടാൽ പിന്നെ വെള്ളത്തിലേക്കാണ് വീഴുന്നത്. उसमें से किसी ना किसी प्रकार जब वो बचता है तो वो पानी में जाकर गिर जाता है। വെള്ളത്തിൽ വീണാലുള്ള പ്രത്യേകത ശ്വാസം മുട്ടും. पानी में गिरने के बाद क्या होता है प्रियो? श्वास नहीं मिलता। പലരുടെയും ജീവിതം എങ്ങനെയാണ്? ശ്വാസം മുട്ടി ജീവിക്കുന്നവരുണ്ട്. अनेक लोगों का जीवन इस प्रकार है, वो श्वास अच्छे से नहीं ले पा रहे, ऐसे काफी तंगी में जी रहे हैं। എന്നാൽ ഈ രണ്ട് പോരാട്ടങ്ങളാണ് ഈ തലമുറയെ കാത്തിരുന്നത്. और इस बच्चे के जीवन में भी ये दो प्रकार के आत्मिक युद्धों को हम देख सकते हैं। ഒന്ന് ദഹിപ്പിക്കുന്ന ഈ അഗ്നി, सबसे पहला भस्म करने वाली आग, രണ്ട് ശ്വാസം മുട്ടിപ്പിക്കുന്ന ആ വെള്ളം, और दूसरा घुटन लाने वाला वो पानी। പലപ്പോഴും അതിനകത്ത് പെട്ടുപോയിട്ടുണ്ട്. अनेक बार ये वहां पर फंस गया है। കർത്താവിന്റെ കരുണയും കൃപയെന്ന് വേണം രക്ഷപ്പെട്ടു വന്ന സാഹചര്യങ്ങളും ഉണ്ടായിരുന്നു. और अनेक अवस्थाओं में हम देखते हैं कि परमेश्वर के अनुग्रह से, परमेश्वर की दया से वो बच्चा बच गया था। ഈ നോഹ എന്ന് പറയുന്ന മനുഷ്യൻ പറയും, വലിയ പർവ്വതങ്ങളെ മൂടിക്കളഞ്ഞ വെള്ളത്തിൽ നിന്നുമാണ് എന്നെയും എന്റെ കുടുംബത്തെയും ദൈവം രക്ഷിച്ചെടുത്തത്. नूह नाम का व्यक्ति इस प्रकार कहेगा कि बड़े बड़े पहाड़ों को भी जिस पानी ने ढाप दिया था, खत्म कर दिया था, उन बड़े पानी में से परमेश्वर ने मेरे को और मेरे परिवार को बचा लिया। ലോത്ത് എന്ന് പറയുന്ന മനുഷ്യൻ പറയും, ദഹിപ്പിക്കുന്ന അഗ്നിക്കകത്തു നിന്നുമാണ് എന്നെയും എന്റെ സന്തതികളെയും ദൈവം വിടുവിച്ചെടുത്തത്. लोत नाम का व्यक्ति इस प्रकार बोलेगा कि भस्म करने वाली उस आग में से परमेश्वर ने मुझे और मेरे संतानों को बचा लिया। നോഹ പറയും, എനിക്കെതിരെയുള്ള പോരാട്ടം വെള്ളമായിരുന്നെങ്കിൽ. नूह कहेगा कि मेरे विरुद्ध में पानी उठकर आया, ലോത്ത് പറയും, എന്നെ ദഹിപ്പിക്കുന്ന അഗ്നിയായിരുന്നു എനിക്കെതിരെ നിന്നത്. मगर लोत इस प्रकार कहेगा कि मुझे खत्म करने के लिए, भस्म करने के लिए आई हुई आग में से प्रभु ने बचाया। എന്നാൽ ഈ അപ്പന് പറയാനുള്ളത് എന്റെ മകനെതിരെ നിൽക്കുന്ന രണ്ടുമാണ്. मगर यहाँ पर ये पिता यीशु से कहते हैं कि मेरे बच्चे के विरोध में ये दोनों एक शक्तियां एक साथ आकर खड़ी है। ദഹിപ്പിക്കുന്ന അഗ്നിയും ശ്വാസം മുട്ടിക്കുന്ന വെള്ളവുമാണ് എന്റെ കുഞ്ഞിനെ തകർത്തുകൊണ്ടിരിക്കുന്നത്. भस्म करने वाली आग और घुटन लाने वाले पानी, ये दोनों मेरे बच्चे को काफी तंग कर रहा है। ഒന്നിലധികം പോരാട്ടങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ അനുഭവിക്കുന്നുവെങ്കിൽ നിങ്ങൾ യേശുവിനെ സമീപിക്കുക. एक से अधिक समस्याएं यदि आपके जीवन में आ रही हैं तो आप जरूर यीशु के पास आएं। ചിലരുടെ ജീവിതത്തിൽ ഒന്നിലധികം പ്രശ്നങ്ങൾ, പ്രതിസന്ധികൾ നിരന്തരം കടന്നു പോകുന്ന ചില വ്യക്തികളുണ്ട്. और कुछ लोग इस प्रकार हैं जिनके ऊपर एक के बाद एक करके अनेक समस्याएं बराबर आती रहती है। അവരുടെ ജീവിതത്തെ ശ്വാസം മുട്ടിക്കുന്ന, അവരെ ദഹിപ്പിച്ച് കളയുന്ന ഒത്തിരി അന്തരീക്ഷങ്ങൾ അവരെ തേടി വരാറുണ്ട്. और उनके जीवन में घुटन लाने वाले, उनके जीवन को खत्म करने की कोशिश करने वाली हर एक अंधकार की शक्तियां बार बार आते हुए देख सकते हैं। ആ ഒരു വിഷയത്തിൽ നിന്ന് പരിഹാരത്തിനാണ് അവൻ യേശുവിന്റെ അരികിൽ വന്നിരിക്കുന്നത്. उस विषय में से एक छुटकारे को पाने के लिए वो यीशु के पास आते हैं। ആ കുഞ്ഞിന് വേണ്ടി യേശുവിന്റെ അരികിൽ വരുവാൻ അവനൊരു അപ്പനുണ്ടായിരുന്നു. देखो, उस बच्चे को यीशु तक लाने के लिए उसका एक अच्छा पिता था। അതെ, ആ അപ്പൻ ദൈവസന്നിധിയിൽ നിന്നതുകൊണ്ടാണ് യേശു ക്രിസ്തുവിൽ നിന്നുള്ള വിടുതൽ ആ മകൻ ഉണ്ടായത്. और उस पिताजी यीशु की उपस्थिति में बड़े विश्वास योग्यता के साथ खड़े थे, इस वजह से
यीशु का छुटकारा उसके बच्चे के जीवन में उसने हासिल किया। നിങ്ങൾ നിങ്ങളുടെ സന്തതികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരായിരിക്കണം. आप भी अपने बच्चों के लिए प्रार्थना करने वाले हों നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് വേണ്ടി ദിവസത്തിൽ ഒരു അപ്പനെ പോലെ നിങ്ങൾ നിൽക്കുവാൻ തയ്യാറാകും. और इन दिनों में उस अच्छे पिता के समान आप अपने बच्चों के लिए प्रभु की उपस्थिति में बिछवाई करें, प्रार्थना അത് करें। നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് ഒരു വലിയ വിടുതലിന് കാരണമായി തീരും. वो आपके बच्चों के जीवन में एक बड़े आशीष का कारण होगा। ഒരിക്കൽ യേശുവിന്റെ അരികിലേക്ക് ഒരു അമ്മ വന്നു. एक बार यीशु के पास एक माँ आई। അവൾ വന്നത് തന്റെ കുഞ്ഞിന്റെ വിഷയമായിട്ടാണ്. वो माँ भी अपने बच्चे के विषय को लेकर यीशु के पास आती है। ഒരു ദുരാത്മാവ് കുഞ്ഞിനെ വല്ലാതെ വലച്ചുകൊണ്ടിരിക്കുകയാണ്. देखो, एक दुष्टात्मा की शक्ति उस बच्चे को काफी तंग कर रही थी। അതിന്റെ വിടുതലിന് വേണ്ടിയാണ് അവൾ യേശുവിനെ സമീപിച്ചത്. उस विषय में से छुटकारा पाने के लिए वो माँ यीशु के पास आती है। ഒരു ഭാഗത്ത് ഒരു കുഞ്ഞിന് വേണ്ടി അപ്പൻ വരുമ്പോൾ एक तरफ हम देखते हैं अपने बच्चे के लिए पिता यीशु के पास आते हैं, മറ്റൊരു ഭാഗത്ത് കുഞ്ഞിന് വിടുതലുമായി അമ്മ വരികയാണ്. देखो दूसरे तरफ हम देखते हैं अपने बच्चे के छुटकारे के लिए एक माँ यीशु के पास आ रही है। പക്ഷേ ഈ കുഞ്ഞിന് അപ്പൻ ഉണ്ടായിരിക്കാം. हो सकता है कि इस बच्चे का पिता भी होगा, അദ്ദേഹത്തിന് ഒരുപക്ഷെ ഈ കുഞ്ഞിന് വേണ്ടി യേശുവിന്റെ അരികിൽ വരാൻ സമയം കാണിയല്ല. मगर उनके पास या अपने बच्चे के लिए, बच्चे के छुटकारे के लिए यीशु के पास आने का समय उनके पास नहीं होगा। അദ്ദേഹം അദ്ദേഹത്തിന്റെ ജീവിതശൈലിയിൽ ജീവിക്കുമായിരിക്കാം. वो पिता अपने जीवन शैली में, अपनी रीति रिवाज में, अपने तरीके से जी रहा है। ഈ സഹോദരി എടുത്ത തീരുമാനം, ആരും എന്റെ കൂടെ ഇല്ലെങ്കിലും എന്റെ കുഞ്ഞിന് വേണ്ടി ഞാൻ വരും. मगर इस बहन ने अपने जीवन में एक निर्णय लिया कि मेरे साथ कोई आए ना भी आए, मैं अपने बच्चे को लेकर जरूर यीशु के पास जाऊंगी। അവൾ ആരെയും നോക്കിയില്ല. उस बहन ने और किसी का इंतजार नहीं किया। ഞാൻ പറയുന്നു, ഒന്നില്ലെങ്കിൽ അപ്പൻ ഉണ്ടായിരിക്കണം, ഇല്ലെങ്കിൽ അമ്മയുണ്ടായിരിക്കണം. मैं इस प्रकार कहना चाहता हूँ, या तो पिता उस बच्चे के साथ हो या माँ अपने बच्चे के साथ हो। ഇപ്പോൾ യേശുവിനെ സമീപിക്കുമ്പോൾ കേട്ടതൊക്കെ നെഗറ്റീവ് ആയിരുന്നു. यहाँ पर इस बहन ने जब यीशु के पास वो पहुंची, तब जो बातें उसने सुना सारा नेगेटिव था, പക്ഷെ ഇവൾ ഒരു വലിയ വിശ്വാസവുമായിട്ടാണ് വന്നത്. मगर बड़े विश्वास को लेकर वो यीशु के पास आई थी। യേശു പറഞ്ഞു, ഈ രോഗശാന്തി വിടുതൽ നിനക്കുണ്ടായില്ല, കാരണം മക്കളുടെ അപ്പം എടുത്ത് നായ്ക്കുട്ടികൾക്ക് കൊടുക്കാറില്ല. यीशु ने उस बहन से कहा कि हालेलुया, तेरे बच्चे के जीवन में चंगाई नहीं मिल सकती, क्योंकि कहा गया है कि हालेलुया, बच्चों का रोटी जो है वो कुत्तों के आगे नहीं डाला जाता। വേണമെങ്കിൽ അവൾക്ക് തിരിച്ചു പോകാം. अगर वो चाहती तो वो वापस चली जाती, പക്ഷെ ഇനിയൊരു വഴി അവളുടെ ഫ്രണ്ടിലില്ല. मगर वापस जाकर भी कोई फायदा नहीं है, क्योंकि उसके आगे और कोई मार्ग भी नहीं था। അവസാനത്തെ കച്ചിത്തുരുമ്പായിരുന്നു കർത്താവ്. देखो, आखिरी हालेलुया उसके बचाव का एक ही मार्ग था, जो यीशु उसके आगे खड़े हैं। അതിൽ അവൾ അങ്ങ് മുറുകെ പിടിച്ചു. तो उस बहन ने क्या किया? यीशु को पकड़ लिया, उसको छोड़ा नहीं। യജമാനന്മാരുടെ മേശയെങ്കിലും വീഴുന്ന അപ്പനുറുക്കുകൾ കൊണ്ടും നായ്ക്കുട്ടികൾ ജീവിക്കുന്നു. और उस बहन ने इस प्रकार विश्वास के साथ बोला कि मेज में से गिरने वाले रोटी के टुकड़े खाकर भी वो कुत्ते जी लेते हैं। സത്യത്തിൽ ഇവളുടെ ലെവല് നായുടെ ലെവലാണ്. देखो, इस बहन की अवस्था एक कुत्ते के तुलना में वहां पर बताया गया है। അവൾ മക്കളുടെ ലെവലിലേക്ക് വന്നിട്ടില്ല. देखो, वो अभी तक एक संतान के उस स्थान पर, उस पद पर नहीं आई है। നിങ്ങൾക്കറിയാമോ, ഈ നായുടെ റേഞ്ചിൽ കിടന്നവരെയൊക്കെ ദൈവം അനുഗ്രഹിച്ചിട്ടുണ്ട്. और आप लोग जानते हैं, कुत्तों के उस अनुभव में पड़े हुए लोगों को यीशु ने आशीष दिया है। നായ എന്ന് പറഞ്ഞാൽ മനുഷ്യന് വില കൽപ്പിക്കാത്തൊരു ജീവിയാണ്. और कुत्ता ऐसा एक जीवी है जिस पर मनुष्य कोई हालेलुया बहुमूल्यता नहीं देते। ഒരിക്കൽ ദാവീദ് രാജാവ് കൊട്ടാരത്തിൽ വിളിച്ചു ചോദിച്ചു, ദൈവത്തിന്റെ ദയ കാണിക്കാൻ ശൗൽ ഗ്രഹത്തിൽ ആരെങ്കിലും ഇനി ജീവിച്ചിരിപ്പുണ്ടോ? हालेलुया, एक बार दाऊद ने इस प्रकार अपने राजमहल में घोषणा करके पूछा कि क्या ऐसा कोई व्यक्ति अभी बचा है जिस पर मैं दया कर सकता हूँ। ഉടനെ മുടന്തി കൊട്ടാരത്തിലേക്ക് ഒരു മനുഷ്യൻ കയറി വന്നു. तो वहां पर लंगड़ाते एक व्यक्ति उस राजमहल में आते हुए हम देखते हैं। അദ്ദേഹത്തിന് ഒരു ആക്സിഡന്റ് പറ്റി കാല് പോയതായിരുന്നു. देखो, एक एक्सीडेंट में उनका पैर चला गया था, അതുകൊണ്ട് തന്നെ കാലുകൾക്ക് ശക്തിയില്ലായിരുന്നു. इस वजह से उनके पैरों में अब कोई चलने की शक्ति नहीं रही। ഈ മനുഷ്യന്റെ സാഹചര്യങ്ങൾ വളരെ പരിമിതമായിരുന്നു. इस व्यक्ति की अवस्था जो है काफी सीमित है, കാരണം ഇദ്ദേഹത്തിന്റെ കുടുംബം മുഴുവൻ നശിച്ചു കിടക്കുകയാണ്. क्योंकि इस व्यक्ति का कुल और पूरा जाति जो है समाप्त हो चुका था। ഇദ്ദേഹത്തിന്റെ കുടുംബം ക്ഷയിച്ചു വന്നതാണ് വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നത്. वचन में हम इस प्रकार देखते हैं कि इनका कुल जो है वो पूरा खत्म हो चुका है। അതിനകത്ത് ഇദ്ദേഹത്തിന്റെ ഒന്ന് എഴുന്നേറ്റ് നിൽക്കുവാൻ റാണിയില്ല. രണ്ട് കാലുകളും ശക്തി നഷ്ടപ്പെട്ട കാലുകളാണ്. देखो, ये केवल अब अकेला व्यक्ति उस कुल में बचा है, अब मगर इनके दोनों पैरों में शक्ति नहीं है, दोनों पैरों कमजोर हो चुके हैं। അതുകൊണ്ട് തന്നെ ഇദ്ദേഹം പറഞ്ഞു, ഒരു ചത്ത നായ്ക്ക് തുല്യമാണ് എന്റെ ജീവിതം. इस वजह से इस व्यक्ति ने कहा कि मेरा जीवन भी उस मरे हुए कुत्ते के समान है। രണ്ട് കാലുകളും ഉള്ളവർക്ക് ജീവിക്കാൻ പറ്റാത്ത കാലഘട്ടമാണല്ലോ. आज का युग ऐसा समय है प्रियो, जब जिनके दो पैर है वे लोग भी अच्छे से नहीं जी सकते हैं। ആ കാലഘട്ടത്തിലൊക്കെ ഇങ്ങനെ വൈകല്യമുള്ളവരൊക്കെ ഏതെങ്കിലും ദേവാലയത്തിന്റെ ഏതെങ്കിലും തെരുവിലൊക്കെ ഇരുന്ന് ഭിക്ഷാടനം നടത്തിയാണ് ജീവിക്കുന്നത്. मगर उस समय में देखा जाए कि जो लोग विकलांग होते हैं उनको किसी हालेलुया पर आराधनालय के आगे बिठा दिया जाता है, ताकि वो भीख मांगकर अपना जीवन चलाएं। ഈ വൈകല്യമുള്ള മനുഷ്യൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ദാവീദിൽ ഇങ്ങനെ ഒരു വിളി വരും.
देखो, इस विकलांग व्यक्ति ने कभी नहीं सोचा था कि दाऊद से मुझ पर कोई दया कभी होगी। ദാവീദിന് സത്യത്തിൽ ഈ വൈകല്യമുള്ളവരെ ഇഷ്ടമല്ലാത്തൊരു വ്യക്തിയാണ്. दाऊद के जीवन को जब हम देखते हैं, वो विकलांग लोगों से काफी सख्त नफरत करने वाला एक व्यक्ति था। പക്ഷെ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത വ്യക്തിയിൽ നിന്നും അനുകൂലമായിരിക്കുന്ന ഒരു വിളി वന്നു. मगर यहाँ पर हम देखते हैं कि कभी भी जो उस विकलांग ने कभी अपने जीवन में उम्मीद नहीं करा था, उस दाऊद की ओर से एक बुलावा आते हुए हम देख सकते हैं। അങ്ങനെ വികലാംഗനായിരിക്കുന്ന മനുഷ്യൻ കൊട്ടാരത്തിലേക്ക് കയറി ചെല്ലുമ്പോ इस प्रकार वो विकलांग व्यक्ति जब राजमहल में आया, ദാവീദ് പറഞ്ഞു, ഇന്നു മുതൽ നീ രാജകുമാരന്മാരിൽ ഒരുവനെ പോലെ ഇവിടുത്തെ രാജകൊട്ടാരത്തിൽ നിന്ന് ഭക്ഷണം കഴിച്ച് ഇവിടെ നീ ജീവിച്ചോണെന്ന് പറഞ്ഞു. दाऊद ने उस विकलांग व्यक्ति से कहा कि आज से लेकर तू इस राजमहल में एक राजकुमार के समान यहाँ पर ही रहे और यहाँ के हर एक आशीषों को तू पा लेना। അദ്ദേഹത്തെ കുറിച്ച് കരുതിയത് ഞാനൊരു നായക്കുള്ള മനുഷ്യനാണെന്നാണ്. मगर उस विकलांग व्यक्ति ने अपने जीवन के बारे में सोचा था कि मैं एक मरे हुए कुत्ते के समान हूँ। എന്നാൽ നായുടെ റേഞ്ചിൽ കടന്നവനെ രാജകുമാരന്മാരുടെ റേഞ്ചിലേക്ക് കയറ്റിവിട്ടൊരു ദൈവത്തിന്റെ സാന്നിധ്യം ഉണ്ടായിരുന്നു. मगर उस दुर्दशा में पड़े हुए उस व्यक्ति को परमेश्वर ने राजकुमार के उस अनुभव में श्रेष्ठ बनाया, ऊंचा उठाया। वो परमेश्वर की एक बड़ी अनुग्रह है प्रियो। ദൈവം വിചാരിച്ചാൽ ഏത് വ്യക്തിയുടെയും അവസ്ഥകൾ മാറുവാൻ നൊടിയുടെ നേരം മതി. यदि परमेश्वर चाहे तो हर एक लोगों के जीवन की अवस्था बदलने में केवल एक चुटकी भर का समय काफी है। നിന്റെ പരിമിതമായ സാഹചര്യങ്ങൾ നിന്നെ പൊക്കിയെടുത്ത് ദൈവം വിചാരിച്ചാൽ രാജകുമാരന്മാരുടെ മേശയിലിരുത്തി നിന്നെ ആദരിപ്പാൻ ദൈവത്തിന് പദ്ധതി. आपके जीवन की दुर्दशाओं में से यदि परमेश्वर चाहे तो उस दुर्दशा में से आपको उठाकर राजकुमार के समान राजमहल में बैठाकर वो भोजन भी आपको खिला सकता है। ഈ സഹോദരി പറഞ്ഞ ആ നായുടെ ലെവലിൽ നിൽക്കുന്ന പക്ഷേ മക്കൾക്കുള്ള അനുഗ്രഹം ഞാൻ നേടിയെടുത്തിരിക്കും. हालेलुया। इस बहन ने भी यीशु से कहा कि हाँ, बेशक मैं उस कुत्ते के उस समानता में उस अनुभव में जी रही हूँ, मगर मेरे बच्चों के लिए जो आशीष है वो मैं जरूर हासिल करूंगी। അത് പ്രാപിച്ചെടുക്കണമെങ്കിൽ അവിടെ ഉള്ളിൽ ഒരു വലിയ വിശ്വാസം വ്യാപരിക്കണം. देखो हालेलुया, उन आशीषों को यदि पाना है तो हृदय में एक बड़ा विश्वास का होना जरूरी है। സത്യത്തിൽ വിശ്വാസം കൂടാതെ നമ്മൾക്കൊന്നും ദൈവത്തെ സ്വീകരിക്കാൻ പറ്റുകയില്ല. बिल्कुल सच बात है प्रियो, विश्वास के बिना परमेश्वर से कुछ हासिल करना वो असंभव है। അവളുടെ ജീവിതത്തിൽ അത് സംഭവിച്ചു. അവളുടെ സന്തതിക്ക് ഒരു വിടുതൽ ഉണ്ടായി കർത്താവ്. उस बहन के जीवन में हम देखते हैं कि उसके जीवन में छुटकारा मिला, उसके बच्चे के जीवन में आशीषें मिली और छुटकारा दिया। ആ കുഞ്ഞിന് വേണ്ടി ദൈവത്തിന്റെ സന്നിധി നിൽക്കുവാൻ, പറയുവാൻ, പ്രാർത്ഥിക്കുവാൻ അവൾക്കൊരു അമ്മയുണ്ടായിരുന്നു. ആ കുഞ്ഞിന്റെ അമ്മയുണ്ടായി. और उस बच्चे के बीमारियों से छुटकारा दिलाने के लिए उसके साथ एक माँ थी, हालेलुया, जो उसके लिए बिचवाई कर रही है। ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒരു പക്ഷെ രക്ഷപ്പെടാൻ കഴിയുകയും. हालेलुया, यदि किसी के जीवन में अगर कोई साथ देने के लिए या सहायता करने के लिए हो तो ही वे बच सकते हैं। മിസ്രൈമിൽ കുഞ്ഞുങ്ങളെ കൊന്നൊടുക്കുന്ന സമയത്ത്, और मिस्र के देश में ऐसा समय था जब बच्चों को मार दिया जा रहा था। അപ്പോഴാണ് മോശയുടെ ജനനം. उस समय मूसा का जन्म होते हुए हम देखते हैं। എനിക്ക് തോന്നുന്നു 2 മാസം ആ കുഞ്ഞിനെ അവർ ഒളിപ്പിച്ചു. मुझे ऐसा लगता है कि 2 महीने तक उस बच्चे को उन्होंने छुपा के रखा। അവസാനം ഒളിപ്പിക്കുവാൻ നിവൃത്തിയില്ലാത്തൊരു സാഹചര്യം വന്നു കഴിഞ്ഞു. और आखिर में ऐसा हुआ कि अब और अधिक वो छुपा कर नहीं रख सकते थे। ഒരു പെട്ടകം മേടിച്ചു കൊണ്ടുവന്ന് അതിൽ കീലും പശയും തേച്ച് കുഞ്ഞിനെ അതിൽ കിടത്തി. एक टोकरी लाकर उसमें राल लगाकर हालेलुया उसको उस बच्चे को उस टोकरी में लिटा दिया। എന്നിട്ട് നദിയിലെ ഞാങ്ങണകൾക്കിടയിൽ കൊണ്ടുവന്ന് ആ കുഞ്ഞിനെ വെച്ചു. फिर उस पानी में, समुद्र में, उस सरकंडों के बीच में जाकर उस बच्चे को उस टोकरी समेत रख दिया गया। പക്ഷെ ഈ സമയത്ത് ആ കൊച്ചിന്റെ മേലൊരു കണ്ണുണ്ടായിരുന്നു. മറ്റാരുടെയും कണ്ണല്ല, ആ കുഞ്ഞിന്റെ സഹോദരിയുടെ കണ്ണുകൾ തന്നെയായിരുന്നു. और उस टोकरी में रखे हुए उस बच्चे के ऊपर उसके उसकी बहन की एक नजर उस पर जरूर थी। കുഞ്ഞാങ്ങളയ്ക്ക് എന്ത് സംഭവിക്കുമെന്ന് ദൂരത്ത് മാറി അവൾ നോക്കി നിൽക്കുകയാണ്. वो बहन दूर खड़े होकर ये देख रही थी कि हालेलुया, मेरे भाई के जीवन में क्या होने जा रहा है। മോശയെ കൊട്ടാരത്തിൽ എത്തിക്കുവാൻ വേണ്ടി ഒരു സഹോദരി അവിടെ നോക്കി നിൽക്കുന്നതായി വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നു. मूसा को राजमहल में पहुंचाने के लिए एक बहन वहां पर देखते हुए हम इस प्रकार देख सकते हैं। അവന്റെ പെങ്ങൾ അകലെ മാറി നിൽക്കുകയാ, തന്റെ ആങ്ങളയ്ക്ക് എന്താണ് സംഭവിക്കുന്നത്. मूसा की बहन काफी दूर खड़े होकर देख रही है, हालेलुया, वो देख रही थी कि अब मेरे भाई के जीवन में क्या होने पर है। നദീതീരത്തിലേക്ക് വരുന്ന ഫറവോന്റെ പുത്രി കുഞ്ഞിനെ എടുക്കുകയും नदी के तट पर आई हुई फिरौन की बेटी हालेलुया उस बच्चे को उठा लेती है। ഈ സമയത്ത് ഈ പെങ്ങൾ ഓടിച്ചെന്നിട്ട് പറഞ്ഞു, ഇതിനെ വളർത്തുവാൻ ഞാൻ ഒരു അമ്മയെ കൊണ്ടുതരാം. और इस समय उस बहन ने हालेलुया वहां पर जाकर उससे कहा कि इस बच्चे का पालन पोषण करने के लिए मैं एक माँ तुम्हारे पास लाऊंगी। പിന്നീട് മോശ സ്വന്തം അമ്മയുടെ കൈകളിൽ വളരുകയും വളർന്ന ശേഷം കൊട്ടാരത്തിലായിരുന്നു തന്റെ ജീവിതം. आगे को हम देखते हैं कि वो मूसा अपने माँ के हाथों में ही हालेलुया वो पलता गया, हालेलुया वो बढ़ता गया, हालेलुया, और उसका जीवन जो था वो राजमहल में था। മോശ എന്ന് പറയുന്ന മനുഷ്യനിൽ നിന്ന് രക്ഷപ്പെടുവാൻ, അവനൊരു നന്മയുണ്ടാകുവാനും കൊട്ടാരത്തിലെത്തുവാൻ അതിന്റെ പിന്നിൽ പ്രയത്നിച്ചത് വില കൊടുത്തതും ഒരു പെങ്ങളായിരുന്നു. और मूसा नाम के उस व्यक्ति के जीवन में आशीषें पाने के लिए, राजमहल तक पहुंचाने के लिए उसकी बहन ने काफी हालेलुया मेहनत किया है। ആങ്ങള നൈൽ നദിയുടെ തീരങ്ങളിൽ നശിച്ചു പോകാതെ, ഒഴുകിപ്പോകാതെ
അതിനെ സംരക്ഷിച്ചു പിടിച്ച് അതിനെ ഒരു കൊട്ടാരത്തിലേക്ക് എത്തിക്കുവാൻ ഓടി നടന്ന ഒരു പെങ്കൊച്ചായിരുന്നു, തന്റെ പെങ്ങളായിരുന്നു. हालेलुया। उसकी बहन को, मूसा की बहन को हम देखते हैं उस नील नदी में, हालेलुया, उसका भाई समाप्त ना हो जाए, खत्म ना हो जाए, इसलिए वहां पे सुरक्षित रखकर काफी दूर खड़े होकर देख रही थी और उस बच्चे को राजमहल तक पहुंचाने के लिए उसने काफी मेहनत की। ഇന്ന് പകൽ ആങ്ങളമാരേക്ക് ഓർത്ത് കരയുന്ന ഏതെങ്കിലും സഹോദരിമാരുണ്ടെങ്കിൽ, അയ്യോ അവന്റെ വിവാഹം ഇതുവരെ നടന്നില്ലല്ലോ, അവനൊരു ജീവിതം ഉണ്ടായിട്ടില്ലല്ലോ, അവനൊരു ജോലി കിട്ടിയിട്ടില്ലല്ലോ, ഒരു നന്മയിലേക്കും എന്റെ ആങ്ങളെ എത്തിയിട്ടില്ലെന്ന് ഓർത്ത് ഭാരപ്പെടുന്ന ഏതെങ്കിലും സഹോദരിമാരുണ്ടെങ്കിൽ ഞാൻ നിങ്ങൾക്ക് ആത്മാവിൽ സന്ദേശം കൈമാറുന്നു, ദൈവം അവരെ അനുഗ്രഹിക്കാൻ പോകുകയാണ്. यस हालेलुया। आज आत्मा में एक संदेश मैं आपसे कहना चाहता हूँ, ऐसी कोई बहन लोग मुझे सुन रहे हैं जो इस प्रकार इस दुख में है, हालेलुया, कि मेरा भाई अभी तक कहीं एक अच्छी अवस्था में पहुंचा नहीं है, उसकी शादी नहीं हुई या फिर एक अनुग्रह के अनुभव में आज तक नहीं आया है। इन विषयों को लेकर ऐसी कोई बहनें हैं जो अपने भाइयों के लिए प्रार्थना करती हैं, मैं कहना चाहता हूँ परमेश्वर आपके प्रार्थनाओं को सुनने जा रहा है। മോശയുടെ ജീവിതം കൊട്ടാരത്തിൽ എത്തിക്കുവാനേക്ക് കാരണം അവന്റെ പെങ്ങളായി. मूसा के जीवन को राजमहल में पहुंचाने के लिए उसके पीछे एक ही हालेलुया व्यक्ति का हाथ है, वो है उसकी बहन। അത് ചില സഹോദരിമാരുടെ സാന്നിധ്യം നമ്മെ തീർച്ചയായും അനുഗ്രഹിച്ചു. कुछ बहनों के हालेलुया उपस्थिति जो है उनके भाइयों के लिए काफी आशीष का कारण हो जाता है। ചിലർക്ക് സഹോദരന്മാരുണ്ടായിരിക്കാം. कुछ लोगों के साथ उनके भाई लोग होंगे। നമുക്കറിയാം, അബ്രഹാം ഈ മെസ്സപ്പൊട്ടമിൽ ഇറങ്ങി പുറപ്പെടുന്ന സമയത്ത് और हम जानते हैं अब्राहम जब मकुदुनिया से निकल पड़ा, താൻ പോരുന്ന സമയത്ത് ദൈവം തന്നോട് പോരാൻ പറഞ്ഞിട്ടാണ് താൻ പോരുന്നത്. परमेश्वर ने उनसे निकलने के लिए कहा था। उस समय अब्राहम उस देश को छोड़कर निकले थे। ഈ സഹോദരന്റെ മകനുമായിട്ടാണ് അബ്രഹാം പുറപ്പെടുന്നത്. वो अपने भाई के बेटे के साथ वहां से निकलते हुए हम देख सकते हैं। അങ്ങനെ യാത്ര പുറപ്പെട്ട് പല ദേശങ്ങളിൽ കൂടി അവർ സഞ്ചരിച്ചു. इस प्रकार यात्रा कर करके वो अनेक देशों में से होकर गुजरे അവർക്ക് ഇരുവർക്കും ഒരുപാട് നന്മയൊക്കെ ഉണ്ടായി. और उन दोनों के जीवन में काफी आशीषें उन्हें मिली। അബ്രഹാമിന് നന്മയുണ്ടായി, ലോത്തിനും ഒത്തിരി ആടുമാടുകളും സമ്പത്തും ഉണ്ടായി. अब्राहम के जीवन में काफी आशीषें उसे मिली, साथ ही साथ लूत को भी काफी धन संपत्ति उसने हासिल किया। പെട്ടെന്ന് ഒരുമിച്ച് നടന്ന് ഇവർ തമ്മിൽ പെട്ടെന്നൊരു വിഷയം അവരുടെ ലൈഫിലേക്ക് കടന്നു വന്നു. मगर अचानक से एक समय में ऐसी एक अवस्था उनके जीवन में आई कि दोनों को बिछड़ना पड़ा। ആ വിഷയം ഇതായിരുന്നു, അബ്രഹാമിന്റെ കന്നുകാലികളുടെ ഇടയന്മാരും ലോത്തിന്റെ കന്നുകാലികളുടെ ഇടയന്മാരും തമ്മിൽ വഴക്കുണ്ടായി. देखो हालेलुया, विषय ये था कि अब्राहम के हालेलुया जो सेवक हैं और लोत के जो सेवक थे, उन दोनों के बीच में आपस में लड़ाई हो गई। ഞാൻ ചില സൗത്ത് ഇന്ത്യയിലെ ചില സ്ഥലങ്ങളിലൊക്കെ ചെല്ലുമ്പോൾ അവിടുത്തെ നദീതീരങ്ങളിൽ കന്നുകാലികളെ മേയ്ക്കുന്നവരെ ഞാൻ കണ്ടിട്ടുണ്ട്. और दक्षिण भारत के कुछ भागों में जब मैं जाता हूं तो मैंने वहां पर समुद्र के किनारे गाय बैलों को चराते हुए या फिर बकरियों को चराते हुए लोगों को मैंने देखा है। ഈ പുഴയുടെ തീരത്ത് കന്നുകാലിക്കൂട്ടങ്ങൾ മേയുമ്പോൾ ഇവറ്റകൾ തമ്മിലിടിക്കാറ്. हालेलुया, उस समुद्र के किनारे या पानी के किनारे जब ये गाय बैल जो घास चर रहे होते हैं, वो आपस में लड़ते हुए भी हम बीच बीच में देख सकते हैं। വൈകുന്നേരം ആകുമ്പോൾ ഇടയന്മാരൊക്കെ ഈ കന്നുകളുമായിട്ട് വരുന്ന വളരെ പാടുപെട്ടാണ്. और शाम के समय ये चरवाहे जो है अपने गाय बैल हो या भेड़ बकरी हो, उनको वापस जो लेकर आते हैं, काफी मुश्किल के साथ वो वापस लाते हुए देखते हैं। എന്നാൽ ഇപ്പോൾ പ്രശ്നം അബ്രഹാമിന്റെ കന്നുകാലികളുടെ ഇടയന്മാരും ലോത്തിന്റെ കന്നുകാലികളുടെ ഇടയന്മാരും തമ്മിൽ വഴക്കുണ്ടായി. यहाँ पर हम देखते हैं कि हालेलुया अब्राहम के जो चरवाहे थे और लोत के जो चरवाहे थे, उनके बीच में आपस में लड़ाई हो गई। അബ്രഹാമിന് മനസ്സിലായി ഈ പശുത്തൊഴുത്തിലെ വിഷയം തന്റെ വീട്ടിലേക്ക് വരാൻ ചാൻസ് ഉണ്ട്. हालेलुया अब्राहम को समझ आ गया कि ये पशुशाला का जो विषय है वो मेरे घर के अंदर भी अब आ सकता है। അതുകൊണ്ട് തന്നെ അബ്രഹാം ഒരു തീരുമാനമെടുത്ത് തമ്മിൽ അങ്ങ് പിരിഞ്ഞേക്കാം. इसलिए अब्राहम ने एक ऐसा निर्णय लिया कि हम दोनों आपस में बिछड़ लेते हैं। അബ്രഹാമിന് മനസ്സിലായി ഇടയന്മാർ തമ്മിലുള്ള വിഷയം, തൊഴുത്തിലെ വിഷയം തന്റെ വീട്ടിലേക്ക് വന്നാൽ അത് വലിയ വിള്ളലിന് കാരണമായിരുന്നു. अब्राहम को समझ आ गया कि हालेलुया ये भेड़ बकरियों का विषय है, गाय बैलों का विषय है, अब मैं इसको घर में लेकर आऊंगा तो बहुत बड़ी एक समस्या हो जाएगी। ശരിയാണ്, നമ്മളുമായി കിലോമീറ്ററുകൾ അകലെ കിടക്കുന്ന വിഷയത്തെ നമ്മൾ വലിച്ച് നമ്മുടെ വീട്ടിലേക്ക് കൊണ്ടുവരാറുണ്ട്. बिल्कुल सही बात है प्रियो, हमसे भी काफी दूर, कई किलोमीटर दूर पड़े हुए विषयों को हम बहुत बार खींचकर अपने घर में लेकर आते हैं। നമ്മളുമായി യാതൊരു ബന്ധവുമില്ലാത്ത വിഷയങ്ങൾക്കകത്ത് ഇടപെട്ട് നമ്മുടെ ലൈഫിൽ ആ വിഷയങ്ങൾ നമ്മൾ സൃഷ്ടിക്കാറുണ്ട്. ऐसे विषयों में जिनमें हमारा कोई हालेलुया योगदान होता भी नहीं है या फिर हमारे हालेलुया वहां पर होने की जरूरत भी नहीं होती, मगर उसके बावजूद भी वहां पर जाकर उन विषयों को हम अपने ऊपर उठा लेते हैं। അതുകൊണ്ട് തന്നെ അബ്രഹാം ഒരു തീരുമാനമെടുത്ത് രണ്ടായിട്ട് അങ്ങ് പിരിഞ്ഞേക്കാം. इसलिए अब्राहम ने यहाँ पर एक निर्णय लिया कि हम दोनों आपस में बट जाते हैं, अलग अलग हो जाते हैं। ലോകത്തിനരികിൽ വിളിച്ചിട്ട് പറഞ്ഞു, ഇടയന്മാർ തമ്മിൽ ശരിയാകുന്നില്ല, നമ്മൾ തമ്മിൽ കുഴപ്പമൊന്നുമില്ല, പക്ഷേ മുൻപോട്ട് പോകാൻ പ്രയാസം, അതുകൊണ്ട് നമുക്ക് പിരിഞ്ഞേക്കാമെന്ന് പറഞ്ഞു. और अब्राहम ने इस प्रकार लोत को अपने पास बुलाकर कहा कि हमारे बीच में तो कोई दिक्कत नहीं है, कोई झगड़ा नहीं है, मगर हमारे चरवाहों के बीच में वो लड़ाई हो चुकी है, इसलिए ये बात बहुत ज्यादा ना बढ़ जाए, इसलिए हम अलग हो जाते हैं एक दूसरे അവർ से। പിരിഞ്ഞു പോയത് രണ്ട് സൈഡിലേക്കായിരുന്നു. दोनों तरफ को बट जाते हुए हम देख सकते हैं। വേദപുസ്തകം പറയുന്നു ലോത്ത് പച്ചപ്പുള്ള സോദോം തിരഞ്ഞെടുത്തു. बाइबल कहती है कि लोत ने काफी हरा भरा सदोम का देश चुन लिया। ഭയങ്കര ഫലപുഷ്ടിയുള്ള നീരൊഴുക്കുള്ള ദേശമായിരുന്നു സോദോം.
सदोम का देश जो है काफी हरा भरा था, हरियाली थी, काफी आशीषें वहां पर उसने देखा। ബൈബിൾ പറഞ്ഞ ഏദൻ തോട്ടം പോലെ അത്രയ്ക്ക് മനോഹരമായിരുന്നു ആ പ്രദേശം. वचन कहता है कि अदन की वाटिका के समान उतना सुंदर था सदोम का देश। അതുകൊണ്ട് തന്നെ ലോത്ത് ആ ദേശത്തിലേക്ക് യാത്രയായി. इस वजह से लोत उस देश की ओर निकल पड़ा। ഇടയന്മാർക്കും ഭയങ്കര സന്തോഷമായി. चरवाहे भी उनके काफी खुश हो गए। ഇനിയുള്ള കാലങ്ങൾ പ്രശ്നങ്ങളില്ലാതെ ജീവിക്കാമല്ലോ. देखो उन्होंने सोचा कि आगे के समय हम अच्छा जीवन जिएंगे, कोई समस्या अब नहीं होगी। പക്ഷെ ആ പട്ടണത്തിനകത്ത് നിറയെ പാപമായിരുന്നു. मगर उस देश में देखते हैं सब लोग महापाप से भरे हुए थे। അവിടെ ചെന്നാണ് ലോത്തും തന്റെ കുടുംബവും ഇടയന്മാരും ജീവിക്കുന്നത്. वहां जाकर अब लोत, उसके चरवाहे, उसका पूरा परिवार उस सदोम के देश में रहने लगे। ഇത്ര നാളും ലോത്തിന്റെ ജീവിതം വിശുദ്ധനായ ദൈവത്തിന്റെ സ്നേഹിതനായ വിശ്വാസികളുടെ പിതാവാകുന്ന ഭയങ്കര ഫെയ്ത്ത് ഉള്ള ഒരു മനുഷ്യനോട് കൂടെയായിരുന്നു. देखो लोत का अब तक का जीवन जो है अब्राहम के साथ था, जो विश्वासियों का पिता कहलाता है। हालेलुया, एक पवित्र जीवन जीने वाले उस व्यक्ति के साथ लोत भी जी रहा था। ഇപ്പോഴുള്ള തന്റെ ജീവിത ശൈലി അന്തരീക്ഷം എന്ന് പറഞ്ഞാൽ വിശുദ്ധനായ ഒരു മനുഷ്യനെ പോലും കാണാൻ. मगर अब लोत जहां पे रहता है वहां पर पवित्र लोग कहने के लिए कोई भी नहीं है, एक भी नहीं है। യാഗം നടത്തുന്നവനില്ല, പ്രാർത്ഥിക്കുന്നവനില്ല, ദൈവവുമായി ബന്ധമുള്ള ഒരുത്തൻ പോലും തന്റെ ചുറ്റും പാർക്കുന്നു. देखो सदोम में हालेलुया लोत के आसपास में प्रार्थना करने वाले, बलिदान चढ़ाने वाले, आराधना करने वाले एक भी व्यक्ति को नहीं देख सकते हैं। മേച്ചിൽപ്പുറങ്ങളും എല്ലാ നന്മകളുമുണ്ട്, പക്ഷേ ദൈവികമായിരിക്കുന്ന ഒരു ചൈതന്യമില്ലാത്തൊരു ദേശമായിരുന്നു. देखो सदोम का देश हर प्रकार से हरा भरा तो है, सारी आशीषें उस देश में है, मगर आत्मिक तौर से देखा जाए तो कोई आशीषें और भलाइयां वहां पर नहीं है। ലോത്ത് ചെന്ന് തന്റെ ജീവിതം തുടങ്ങിയത് ആ പാപത്തിനകത്തായിരുന്നു. हालेलुया लोत ने जाकर अपना जीवन की शुरुआत उस पाप से भरे हुए उस अनुभव में उसने शुरू करा, ആ പട്ടണം നിറയെ പാപമായിരുന്നു. और पूरा देश पाप से भरा हुआ था। ഞാനൊരു ദൈവദാസന്റെ വാക്ക് കടമെടുത്ത് പറയുകയാണ്. അദ്ദേഹം ഇങ്ങനെയാണ് പറഞ്ഞത്. एक परमेश्वर के दास ने जो कहा है उनके बातों को मैं इस प्रकार दोहराना चाहता हूँ। പാപം ചെയ്യുവാൻ ഒരു സാഹചര്യങ്ങളും ഇല്ലാതിരിക്കുമ്പോൾ പാപം ചെയ്യാതിരിക്കുന്നവനല്ല വിശുദ്ധൻ. हालेलुया उन्होंने इस प्रकार कहा है कि एक पवित्र व्यक्ति वो नहीं है जब पाप करने का कोई मौका नहीं मिलता या कोई अवसर नहीं होता, तब एक पवित्र जीवन नहीं है जो पवित्र व्यक्ति कहलाता है। ചുറ്റും പാപം നിറയപ്പെടുമ്പോഴും പാപത്തിന്റെ സകല ഡോറുകളും തുറന്നിടുമ്പോഴും അതിന് നടുവിൽ പാപം ചെയ്യാതിരിക്കുന്നവനാണ് വിശുദ്ധൻ. मगर पवित्र व्यक्ति वो है जब उसके चारों तरफ की दुनिया जो है पाप से भरी होती है, पाप करने का उसके सामने अवसर होता है, उसमें भी अगर वो वहां पर पवित्र जीवन जीता है तो उसको हम पवित्र व्यक्ति कहते हैं। ലോത്തിനെ കുറിച്ച് പറയും, നാൾ തോറും അധർമ്മ പ്രവൃത്തികൾ കണ്ടും കേട്ടും നീതിയുള്ള മനസ്സ് നൊന്തു വലഞ്ഞുപോയ നീതിമാനായ ലോത്തെന്നാണ്. लोत के बारे में हम इस प्रकार देखते हैं कि हालेलुया इस प्रकार के पापों को अपने आसपास में हालेलुया दिन प्रतिदिन वो देखता गया, इस प्रकार वो अपनी धार्मिकता से हालेलुया उलझ गया। അദ്ദേഹം ആ പട്ടണത്തിൽ ജീവിക്കുമ്പോൾ തനിക്ക് 2 പെൺകുട്ടികളൊക്കെ ഉണ്ടായിരുന്നു. हालेलुया उस शहर में रहते समय हम जानते हैं लोत के 2 बेटियां थीं। അവരുടെ വിവാഹപ്രായമായപ്പോൾ ലോത്ത് അവരെ വിവാഹം കഴിപ്പിക്കുവാൻ തീരുമാനിച്ചു. उनकी शादी का जब समय हुआ तो उनको हालेलुया शादी कराने के लिए लोत ने मन में इस प्रकार सोचा। ആ ദേശത്തും തന്നെ 2 ആൺകുട്ടികളെയൊക്കെ കണ്ടുപിടിച്ചു. കല്യാണത്തിന്റെ ക്രമീകരണങ്ങളെല്ലാം ചെയ്തു വെച്ചിരിക്കുകയാണ്. उसी शहर में से 2 लड़कों को लोत ने ढूंढा और शादी का सारा बंदोबस्त हो गया। ലോത്തിന്റെ വീട്ടിൽ നല്ല മംഗളകാര്യം നടക്കുവാൻ സമയമായിരിക്കുന്നു. लोत के घर में एक अच्छा हालेलुया वो विवाह होने पर है, एक खुशी का समय था। പക്ഷെ ദൈവം പറഞ്ഞു ആ ദേശത്ത് തീ വീഴാൻ സമയമായിരിക്കുകയാണ്. मगर परमेश्वर ने लोत से कहा कि उस देश में अब आग, परमेश्वर की आग उतरने का समय आ चुका है। ആറ്റം ബോംബിട്ട് നശിപ്പിക്കുന്ന പോലെ ദൈവം ആ ദേശത്തെ നശിപ്പിക്കുവാൻ തീരുമാനിച്ച ദിവസങ്ങളായിരുന്നു. हालेलुया जिस प्रकार एटम बम डालकर एक देश को नाश कर दिया जाता है, वैसे ही परमेश्वर ने उस देश को संपूर्ण रीति से खत्म करने की योजना बना रखी थी। ലോത്ത് ഇവിടെ കല്യാണത്തിന് ഡേറ്റ് ഒക്കെ ഫിക്സ് ചെയ്യുമ്പോൾ ദൈവം ഒരു ഡേറ്റ് ഫിക്സ് ചെയ്തു. അവിടെ നശിക്കാൻ പോകുകയാണ്, അവിടെ തീയിടാൻ പോകുകയാണ്. देखो लोत अपनी बेटियों की शादी के लिए एक डेट वगैरह फिक्स करके रखा है, मगर परमेश्वर ने अपनी तरफ से एक डेट फिक्स कर रखा है कि उस देश को खत्म कर दिया जाए। പക്ഷേ അവിടെ നശിക്കാൻ പോകുന്നു എന്നുള്ള വാർത്ത ദൂതന്മാരുടെ നാവിൽ നിന്നും അബ്രഹാമിന് കിട്ടി. हालेलुया स्वर्गदूतों के जुबान में से अब्राहम के पास यह समाचार पहुंचा कि परमेश्वर सदोम देश को खत्म करने पर है। ഞാനുമായിട്ട് വഴക്കുണ്ടാക്കി ഇടയന്മാരൊക്കെ ആയിട്ട് പിരിഞ്ഞതല്ലേ, നശിക്കട്ടെ എന്ന് അബ്രഹാം ചിന്തിച്ചില്ല. അബ്രഹാം ദൈവത്തിന്റെ സന്നിധിയിൽ നിന്ന് अब्राहम ने मगर ऐसा नहीं सोचा कि हालेलुया लोत मुझसे झगड़ कर गया है, मेरे चरवाहों के साथ लड़ाई करके वे लोग यहाँ से बिछड़ कर गए हैं, अगर उसको नाश होना है तो नाश होने दो, ऐसे अब्राहम ने नहीं सोचा, मगर वो उसके लिए बिछुआई करने लगा। തന്റെ സഹോദരന് വേണ്ടി ദിവസങ്ങളിൽ അബ്രഹാം കരഞ്ഞു പ്രാർത്ഥിക്കുവാൻ वो अपने भाई के लिए हालेलुया परमेश्वर की उपस्थिति में रो रो के प्रार्थना कर रहे हैं। അവരെ അഗ്നിക്കേൽപ്പിക്കരുതേ, അവന്റെ ഭാര്യ ഏൽപ്പിക്കരുതേ, കുഞ്ഞുങ്ങളുടെ കല്യാണമൊക്കെ നിശ്ചയിച്ചിരിക്കുകയാണ്, അവർ തകർന്നു പോകരുതേ. അബ്രഹാം ദൈവത്തിന്റെ സന്നിധിയിൽ കരയുവാൻ തുടങ്ങി. अब्राहम परमेश्वर की उपस्थिति में प्रार्थना करने लगा कि परमेश्वर वो नाश ना होने पाए, उसकी पत्नी नाश ना होने पाए, उनके बच्चों की शादी तय हो चुकी है, हालेलुया वे लोग खत्म ना होने पाए, उसको उन सबों को आप बचा लें।
എന്നാൽ തീ വീഴുന്ന സമയത്തിന് മുന്നമേ ദൂതന്മാർ ആ കുടുംബത്തെ രക്ഷിക്കുന്നതായി നമുക്ക് വേദപുസ്തകം പഠിപ്പിക്കുന്നു. इस प्रकार अब्राहम की प्रार्थना को सुनकर वचन में हम इस प्रकार देखते हैं कि उस शहर में आग उतर आने से पहले स्वर्गदूत जाकर लोत और उसके परिवार को बाहर निकालते हुए हम देख सकते हैं। പക്ഷെ ദൂതന്മാർ ഒറ്റ കരാറ ചെയ്തോളൂ, നിങ്ങൾ ഈ പട്ടണം വിട്ട് ഓടിക്കണം, ഇവിടുന്ന സമയത്ത് ആരും തിരിഞ്ഞു നോക്കരുത്. स्वर्गदूत ने केवल एक शर्त वहां पर उनके सामने रखा, बोला कि तुम इस शहर को छोड़कर भाग जाओ, भागते वक्त पीछे की ओर मुड़कर मत देखना। ആ കുടുംബം മുഴുവൻ ഓട്ടമാണ്, ഒരു കുടുംബ ഓട്ടമായിരുന്നു അത്. और देखो पूरा परिवार समेत वो लोग दौड़ रहे हैं। അവർ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ ലോത്തിന്റെ ഭാര്യ അറിയാതൊന്ന് തിരിഞ്ഞു നോക്കി. देखो हालेलुया, दौड़ते दौड़ते पत्नी हालेलुया, लूत की पत्नी हालेलुया, वो जरा पीछे मुड़ के उसने देखा। വേദപുസ്തകം പറയുന്നു അവൾ ആ ഓട്ടത്തിൽ അവൾ ഉപ്പുതൂണായി പോയെന്ന. वचन इस प्रकार कहता है कि उस दौड़ के दौरान लोत की पत्नी जो है एक नमक का खंबा वहां पर बन गया। സത്യത്തിൽ അവൾക്കറിയില്ല അവളുടെ കുടുംബത്തിന് വേണ്ടി, അവളുടെ ഫാമിലിക്ക് വേണ്ടി ഒരു മനുഷ്യൻ ഇപ്പറ ദൈവത്തിന്റെ സന്നിധിയിൽ നിന്ന് പ്രാർത്ഥിക്കുകയായിരുന്നു. वो स्त्री नहीं जानती थी कि उसके लिए, उसके परिवार के लिए एक व्यक्ति दूसरे जगह बैठकर वो परमेश्वर के सामने प्रार्थना कर रहा है। ദൈവം ആ കുടുംബത്തെ രക്ഷിച്ചെടുക്കണമെന്ന് പറഞ്ഞ് അബ്രഹാം ഇടിവിൽ നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ देखो अब्राहम एक तरफ बैठ के प्रार्थना कर रहा है कि परमेश्वर लोत और उसके परिवार को आप बचा लीजिए। ദൈവം ആ കുടുംബത്തെ രക്ഷിച്ചപ്പോൾ ഇപ്പറ നിൽക്കുന്ന ദൈവപുരുഷന്റെ ദൈവിക വിടുതലുകളെ കുറിച്ച് അതിന്റെ ഗൗരവം അറിയാതെ അലക്ഷ്യമായി ഒരു തിരിഞ്ഞു നോക്കിയൊരു സഹോദരിയാണ്. हालेलुया, परमेश्वर के हालेलुया भक्त की प्रार्थनाओं को ना जानते हुए, परमेश्वर के अद्भुत छुटकारे को स्वीकार ना करते हुए इस बहन ने हालेलुया वो पीछे की ओर, जो उसको मना किया गया था उस देश की ओर, वो मुड़कर देखने लगी। മറ്റുള്ളവർ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ഉപവാസിക്കാനൊക്കെ ഉണ്ടെന്നറിഞ്ഞ് ഉദാസീനമായിരിക്കുന്ന ജീവിതം നയിക്കുന്ന ഒത്തിരി പേരുണ്ട്. अनेक लोग ऐसा जीवन जीते हैं, ऐसा लोग काफी लोग ऐसे हैं जो लोग एक उदासीनता का, एक हालेलुया आलसपन का जीवन जीते हैं। वो लोग सोचते हैं कि दूसरे लोग हमारे लिए प्रार्थना कर रहे हैं। കഴിഞ്ഞ ദിവസം ഒരു സഹോദരൻ പറയാണ്, ഞാൻ വലിയ വിശുദ്ധനൊന്നുമല്ല, എനിക്ക് ദൈവമായിട്ട് വലിയ ബന്ധമൊന്നുമില്ല, പക്ഷെ എന്റെ അമ്മ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതുകൊണ്ട് ദൈവം എന്നെ അങ്ങ് രക്ഷിച്ചു. हालेलुया, पिछले दिन एक भाई ने मुझसे इस प्रकार कहा कि मैं तो एक पवित्र व्यक्ति नहीं हूँ, मैं एक अच्छा जीवन जीने वाला व्यक्ति भी नहीं हूँ, मगर मेरी माँ मेरे लिए प्रार्थना करती है, इसलिए प्रभु मुझे संभाल रहा है। ആരെങ്കിലൊക്കെ ദൈവത്തിന്റെ സന്നിധി നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കാനുണ്ടെന്നൊക്കെ അറിഞ്ഞ് ഉദാസീനമായിരിക്കുന്ന ക്രിസ്തീയ ജീവിതം, ആത്മീയ ജീവിതം നയിക്കുന്നവരുണ്ട്. हालेलुया, अनेक लोग इस प्रकार हैं जो लोग सोचते हैं कि हमारे लिए प्रार्थना करने वाले कोई ना कोई तो है, इस वजह से हम आलसपन के साथ जिएंगे करके सोचते हैं। ശരിയാണ്, ദൈവം നമ്മെ രക്ഷിക്കും, ദൈവം നമ്മെ വിടുവിക്കും, പക്ഷെ എപ്പോഴും ആ കൺസെഷൻ ഉണ്ടാകണം നിർബന്ധമില്ല. हालेलुया, बहुत बिल्कुल सही बात है प्रियो। हालेलुया, परमेश्वर उनकी प्रार्थनाओं को सुनकर हमें बचाएगा, हमें छुड़ाएगा, मगर हमेशा वो छुटकारा बना रहेगा, उसकी कोई गारंटी नहीं है। ഇവരെ ഒരു ദൈവദാസൻ നിന്ന് കരഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ ആ വിടുതലിനെ ഗണ്യമാക്കാതെ അലക്ഷ്യമായി പോയൊരു ഓടിയൊരു സഹോദരിയാണ് ലോത്തിന്റെ ഭാര്യ. यहाँ पर हम देखते हैं दूसरे तरफ एक भाई, जब अब्राहम बैठ के प्रार्थना कर रहे हैं मगर उस छुटकारे को हालेलुया अपने जीवन में स्वीकार ना करते हुए इस बहन ने हालेलुया पीछे की ओर मुड़कर देखा, ദൂടുന്ന ഓട്ടത്തിൽ ഈ സഹോദരി ഉപ്പുതൂണായിപ്പോയി. और दौड़ते ही दौड़ते वो नमक का खंबा बन गई। ലോത്ത് തിരിഞ്ഞു നോക്കിയില്ല, തന്റെ കുഞ്ഞുങ്ങൾ തിരിഞ്ഞു നോക്കിയില്ല, ഓടുകയായിരുന്നു. लोत ने पीछे मुड़कर नहीं देखा, बच्चों ने पीछे मुड़कर नहीं देखा, वे लोग दौड़ते ही रहे। ഓടി ഒരു പർവ്വതത്തിലെത്തി. दौड़ दौड़ कर वो एक पहाड़ के चोटी पर पहुंच गए। സത്യത്തിൽ കഷ്ടിച്ച് അവർ രക്ഷപ്പെടുകയായിരുന്നു. देखो काफी हालेलुया मुश्किल से वे लोग बच निकले, അവരെ നശിപ്പിക്കുവാൻ അഗ്നിക്ക് ദൈവം അവരെ ഏൽപ്പിച്ചില്ല. और उनको नाश होने के लिए परमेश्वर ने उन्हें उस आग के हाथों में नहीं दिया। അതിന് കാരണം ആ സഹോദരന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ, ദൈവത്തിന്റെ സന്നിധി നിൽക്കുവാൻ ഒരു സഹോദരൻ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. हालेलुया, उसकी वजह यही है प्रियो, क्योंकि उस भाई लोत के लिए प्रार्थना करने के लिए उसका एक अच्छा भाई था। പിന്നീട് നമ്മൾക്കറിയാം ലോത്തിന്റെ സന്തതികൾ പിറന്നു വീഴും നമ്മൾക്കറിയാൻ കഴിയുന്നുണ്ട്. और आगे के समय हम देखते हैं कि लोत के संतान और उत्पन्न होते हैं। ആവർത്തന പുസ്തകം ആദ്യ അധ്യായങ്ങൾ ദൈവം ഇസ്രായേൽ മക്കൾ കടന്നു പോകുന്ന ദേശത്തു കൂടി പോകുമ്പോൾ പറയുകയാ, മോവാബിൽ കൂടി നിങ്ങൾ കടന്നു പോകുമ്പോൾ അതിനെ ആക്രമിക്കരുത്, അത് ലോത്തിന്റെ മക്കൾക്ക് ഞാൻ കൊടുത്തിരിക്കുന്ന ദേശമാണ്. हालेलुया, इस प्रकार व्यवस्था विवरण के पुस्तक को जब हम शुरुआती अध्याय को पढ़ते हैं तो देख सकते हैं कि इस्राएली लोग जब निकल रहे थे, उनसे परमेश्वर ने कहा कि हालेलुया मोआब देश पर तुम आक्रमण मत करना, क्योंकि मैंने लोत के संतानों को वो देश दिया है। ആരെയും തകർക്കുവാൻ ശക്തിയുള്ള ഇസ്രായേൽ ജനം കടന്നുപോയി അവനൊരു ഇടയിൽ കൂടി കടന്നു പോകുമ്പോൾ ദൈവം പറഞ്ഞു, ആ ദേശത്ത് നിങ്ങൾ ആക്രമിക്കരുത്, അത് സ്വന്തമാക്കരുത്, അത് ഞാൻ ലോത്തിന്റെ മക്കൾക്ക് കൊടുത്തിരിക്കുന്ന ദേശമാണ്. हालेलुया, अब इस्राएली लोग जो काफी गिनती में काफी ज्यादा थे, दूसरे लोगों पर, दूसरे देश पर वो आक्रमण कर सकते थे, जीत सकते थे, मगर परमेश्वर ने उनसे कहा कि तुम इन पर आक्रमण मत करना, क्योंकि मैंने ये देश जो है लोत के संतानों को दिया है। അവരുടെ ജീവിതത്തിന്റെ ബാക്ക്ഗ്രൗണ്ടുകളൊന്നും ദൈവം നോക്കിയില്ല, അവരുടെ ജനനം എങ്ങനെയും നോക്കിയില്ല, പക്ഷെ ദൈവം അവർക്കും ഒരിടം കൊടുത്തു, അവരെയും ദൈവം അനുഗ്രഹിച്ചു. देखो उनके जीवन की अवस्थाओं को, उनके जीवन के बीते हुए समयों के बारे में परमेश्वर ने ज्यादा कुछ नहीं देखा, मगर उनको भी रहने के लिए एक अच्छा और सुरक्षित स्थान प्रभु ने दिया। ആർക്കും വേണ്ടി കരുതുന്നവനാണ്, ആരെയും സഹായിക്കുന്നവനാണ്, ആരെയും രക്ഷിക്കുന്നവനാണ്. और हमारा परमेश्वर हर एक लोगों के लिए चिंता करता है, हर एक लोगों की सुरक्षा करता है, हर एक लोगों को बचाने वाला परमेश्वर है वो। പക്ഷെ ഇത്രയും ദുരന്തങ്ങൾ ആ ലോത്തിന്റെ ലൈഫിലേക്ക്, ആ ഇടയന്മാരുടെ ജീവിതത്തിലേക്ക് കടന്നു പോരാൻ ഒറ്റ കാര്യം, ചെറിയൊരു വഴക്കായിരുന്നു.
देखो लोत और उसके चरवाहों के जीवन में उनके परिवारों में ये इतनी बड़ी क्लेश आने की केवल एक ही वजह है, क्योंकि बहुत एक छोटी सी लड़ाई थी, एक झगड़ा था जो वहां पर हो गया था। ജഗത്തിൽ പറഞ്ഞാൽ തീരാത്ത വിഷയങ്ങളൊന്നുമില്ലല്ലോ. ഒന്ന് പറഞ്ഞിരുന്നെങ്കിൽ ആ വിഷയം സോൾവ് ആയേനെ. इस दुनिया में ऐसा कोई विषय तो नहीं है जिसका सुझाव या हल नहीं मिल सकता। अगर बात उन्होंने आपस में किया होता तो इतनी बड़ी समस्या आगे नहीं होती। പക്ഷേ ഇടയന്മാർ തമ്മിലുള്ള ഈ ഒരു കൊച്ചു വിഷയം കൊണ്ടെത്തിച്ചത് വൻ ദുരന്തത്തിലായി. मगर उन चरवाहों के बीच की लड़ाई ने हालेलुया हम देखते हैं एक बहुत बड़े एक नाश विनाश में लोत और उसके परिवार को धकेल दिया। ഒരു ഇടർച്ചയാണ്, ഒരു വഴക്കാണ്, ഒരു സഹോദരി ഒരു വഴിയോര തുപ്പുതൂണായി പോകാനുള്ള കാരണം. देखो एक हालेलुया छोटा सा झगड़ा था जिस वजह से अब ये बहन जो है मार्ग में ही हालेलुया नमक का खंबा बन गई। ഒരു കുടുംബം ഇല്ലാതെ എന്നേക്കുമായി നശിച്ചു പോകുവാൻ കാരണം ഒരു കൊച്ചു വഴക്കായി. एक छोटी सी झगड़ा है जिसकी वजह से एक परिवार हमेशा के लिए नाश हो गया। നമ്മുടെ ജീവിതത്തിൽ വിഷയങ്ങൾ കൊണ്ടിടുന്ന പൈശാചിക മേഖലകളെ നാം ശാസിക്കുക. हमारे जीवन में भी हालेलुया जो इस प्रकार की समस्याओं को झगड़े को लेकर आने वाले अंधकार की शक्तियों को हम डांटे। പിരിഞ്ഞാൽ എല്ലാം തീർന്നു, എല്ലാം സോൾവ് ആയി എന്ന് ചിന്തിക്കരുത്. പ്രശ്നങ്ങൾ അവിടെ തുടങ്ങുകയായിരുന്നു. हालेलुया अगर हम बिछड़ जाएंगे तो आप ये ना सोचे कि सारी समस्याओं का हल वहीं पर हो जाएगा, मगर मैं कहना चाहूंगा हर समस्याओं की शुरुआत वहां होगी। എന്നാൽ ഏറ്റവും വലിയ പദ്ധതിയാണ് വഴക്കും പ്രശ്നങ്ങളും കൊണ്ടിട്ട് പിരിച്ചു കളയുക, എന്നിട്ട് എന്നേക്കുമായി നശിപ്പിച്ചു കളയുക. शैतान की सबसे बड़ी चाल यही है कि झगड़ा हालेलुया हालेलुया और फूट लोगों के बीच में डालकर उनको अलग कर दे और वहां पर हमेशा हमेशा के लिए परेशानी खड़ा कर दे। എത്രയോ പേരുടെ ജീവിതമാണ് പിശാച് രണ്ടായി പിരിച്ചു കളഞ്ഞവരെ എന്നേക്കും അവരുടെ ലൈഫിനെയൊക്കെ തകർത്ത് കളഞ്ഞു. कितने ही लोगों का जीवन है जिसको शैतान ने हमेशा हमेशा के लिए झगड़ा लाकर हमेशा के लिए अलग कर दिया है। ദൈവം ദാനമായി തന്ന ജീവിതത്തെ മാന്യമായി സംരക്ഷിച്ച് ജീവിക്കുന്നവർക്കാണ് ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുകയാണ്. परमेश्वर के दान दिए हुए जीवन को बड़े सुरक्षित रीति से बड़े पवित्रता के साथ जो लोग जीते हैं उनके लिए मैं प्रभु का धन्यवाद करता हूँ। ലോത്തിനെ രക്ഷിക്കുവാൻ അവന്റെ സഹോദരൻ ഉണ്ടായി. लोत को बचाने के लिए उसका भाई था। മോശയെ രക്ഷിക്കുവാൻ അവന്റെ സഹോദരി ഉണ്ടായി. मूसा को बचाने के लिए उसकी बहन थी। ഈ അപ്പനും അമ്മയും സഹോദരിയും സഹോദരനും ആരുമില്ലാത്തൊരു മനുഷ്യനായിരുന്നു ദാവീദ്. मगर दाऊद का जीवन देखते हैं उसके साथ ना तो उसके माता ना उसके पिता ना उसके भाई लोग उसके साथ थे। അവനെ രക്ഷിക്കാൻ അവന്റെ കൂടെ അവന്റെ അമ്മയില്ലായിരുന്നു. मूसा को बचाने दाऊद को बचाने के लिए उसकी माँ उसके साथ नहीं थी। അവനെ രക്ഷിച്ചെടുക്കാൻ അവന്റെ കൂടെ അവന്റെ അപ്പനില്ലായിരുന്നു. उसको बचाने के लिए उसके साथ उसके पिता नहीं थे। അവന്റെ സഹോദരനോ സഹോദരിയോ ആരുമില്ലായിരുന്നു. उसका भाई या बहन कोई भी उसके साथ उसको बचाने के लिए नहीं था। നാട്ടിലെ രാജാവ് തന്നെ കൊല്ലുവാൻ ആക്രമിക്കുവാൻ ഓടിക്കുന്ന സമയത്ത് തന്റെ കൂടെ ആരുമില്ലെങ്കിലും തന്റെ സ്നേഹിതൻ തന്റെ കൂട്ടുകാരൻ ഉണ്ടായിരുന്നു. देखो हालेलुया देश में उस देश का राजा उसको खत्म करने के लिए उसके पीछे जब आ रहा था, उसको बचाने के लिए उसके साथ उसके माता पिता बेशक नहीं थे मगर एक अच्छा साथी उसके लिए था। ഞാൻ പറഞ്ഞ ദൈവം ആരെങ്കിലൊക്കെ കരുതും. हालेलुया कहने का मतलब है परमेश्वर किसी ना किसी को तो तैयार करेगा। അവനെ രക്ഷിച്ചെടുക്കുവാൻ അവന്റെ പ്രിയ സ്നേഹിതനായിരിക്കുന്ന യോനാഥാൻ അവനുണ്ടായി. देखो दाऊद को बचाने के लिए उसका पुराना साथी योनाथान वहां पर आते हुए हम देख सकते हैं। ഒരിക്കൽ അമാവാസി ദിവസം ദാവീദ് ഒരു വയലിൽ ചെന്ന് വിളിച്ചിരിക്കുകയാണ്. और एक दिन हालेलुया अमावासी का दिन था। दाऊद एक खेत में जाकर छुप कर बैठा है। യോനാഥാന്റെ അപ്പൻ ശൗൽ മനസ്സിൽ കരുതിയിരിക്കുന്നവൻ വരുമ്പോൾ അമാവാസി ദിവസം അവനെ കൊന്നു കളയണം. योनाथान का पिता शाऊल उसने मन में सोच रखा था कि आज अमावासी का दिन है, जैसे ही दाऊद आएगा तो मैं उसको जाकर खत्म कर दूंगा। അതുകൊണ്ട് തന്നെ ദാവീദിന്റെ സിംഹാസനം ഒഴിഞ്ഞു കിടന്നു, അവിടെ ആരും ഇരിക്കാതെ അത് മാറിക്കിടക്കുകയാണ്. इस वजह से दाऊद के सिंहासन पर अभी तक और कोई बैठा नहीं है, वो सिंहासन जो है खाली पड़ा है। എവിടെയെങ്കിലൊക്കെ നീ ഇരിക്കേണ്ടുന്ന ചെയറിൽ നിനക്ക് ഇരിക്കാൻ കഴിയാതെ നീ മാറി വയലിൽ കിടക്കുന്നെങ്കിൽ ഓർത്തുകൊള്ളുക, നിന്റെ സിംഹാസനത്തിൽ ദൈവം ഇരുത്തുന്ന ഒരു സമയം വെളിപ്പെടാൻ പോവുകയാണ്. और यदि ऐसी कोई कुर्सी है जहां पर आपको बैठना था मगर आप नहीं बैठ पा रहे हैं, छुप कर अभी खेतों में अगर आप बैठे हैं, ऐसे अनुभव में अगर जी रहे हैं, आप इस बात को याद रखिएगा कि परमेश्वर आपको उसी स्थान पर दोबारा पहुंचाने जा ഈ रहा है। സമയത്ത് യോനാഥാൻ ദാവീദിനോട് പറഞ്ഞു, അപ്പൻ നിന്നെ കൊല്ലാനിരിക്കുകയാണ്, രക്ഷിക്കാനിരിക്കുകയാണോ? അപ്പന്റെ മനോനിർണ്ണയം അറിഞ്ഞിട്ട് ഞാൻ നിന്നെ സഹായിക്കാം, നീ വയലിൽ ഒളിച്ചിരുന്നോളാൻ പറഞ്ഞു. इस प्रकार हालेलुया योनातान ने दाऊद के पास आकर बोला कि मेरा पिता तेरे को खत्म करने की ताक में है, इसलिए तू जाकर हालेलुया खेतों में छुप जा, मैं तेरी सहायता करूंगा। അങ്ങനെ വയലിൽ വെച്ച് അപ്പന്റെ മനോനിർണ്ണയം അറിഞ്ഞ് ദാവീദിനെ രക്ഷിച്ചു വിടുന്നതായി വേദപുസ്തകം നമ്മെ देखो उस पिता के मन को और उसके निर्णय को जाना हुआ योनातान दाऊद को बचाते हुए इस प्रकार हम देख सकते हैं। വേദപുസ്തകം പറയുന്നു ദാവീദിനെ യോനാഥാൻ ദൈവത്താൽ ധൈര്യപ്പെടുത്തി. हालेलुया वचन इस प्रकार कहता है कि हालेलुया दाऊद को योनातान ने काफी हिम्मत दिया और उसको बचा लिया। ആരുമില്ലെങ്കിലും ദൈവം ആരെയെങ്കിലൊക്കെ ജീവിതത്തിൽ കരുതിയിരിക്കും. यदि कोई भी आपके साथ ना हो, किसी ना किसी को तो परमेश्वर जरूर आपकी मदद के लिए तैयार करेगा। ദൈവം പ്രവർത്തിച്ചില്ലെങ്കിലും ഏതെങ്കിലും മനുഷ്യരെ കൊണ്ട് ദൈവം നിന്നെ പ്രവർത്തിപ്പിക്കും നിന്റെ ജീവിതത്തിൽ. यदि परमेश्वर आप ही उतर कर आपकी सहायता के लिए ना भी आए मगर परमेश्वर किसी मनुष्य को जरूर आपकी मदद के लिए तैयार करेगा। ദാവീദിന് ആരുമില്ലായിരുന്നെങ്കിലും ദാവീദിന് ഒരു കൂട്ടുകാരൻ ഉണ്ടായിരുന്നു. दाऊद के साथ कोई भी नहीं था मगर एक साथी उसको मिल गया जो उसकी सहायता जिसने की। ചിലരെ അവരെ സഹായിക്കുന്ന അവരുടെ ഹസ്ബൻഡ് ആയിരിക്കും. कुछ लोगों के जीवन में उनकी सहायता के लिए उनके पति उनके साथ होते हैं।
സാറയെ പിടിച്ചുകൊണ്ടുപോകുന്ന സമയത്ത് അബ്രഹാം ദൈവത്തിന്റെ സന്നിധി നിന്നുകൊണ്ടാണ് ദൈവം സാറയെ തിരിച്ചു കൊടുത്തത്. देखो सारे को जब पकड़ कर लेकर जा रहे थे, तब उस समय परमेश्वर की उपस्थिति में दाऊद खड़ा था, इस वजह से परमेश्वर ने सारे को बचा लिया। ഒരിക്കൽ മീഖൽ തന്റെ ഭർത്താവാകുന്ന ദാവീദിനെ ശൗൽ കൊല്ലുവാൻ വരുന്ന സമയത്ത് രക്ഷിക്കുന്നതായി വേദപുസ്തകം. हालेलुया। इस प्रकार हालेलुया मीकल जब शाऊल दाऊद को मारने के लिए आ रहे थे, तब उससे उसके हाथ से उसको बचाते हुए भी हम देख सकते हैं। തട്ടിൽ ഒരു പാവ ഉണ്ടാക്കി കിടത്തി അത് ദാവീദൻ ധരിപ്പിച്ച് പുതപ്പ് കൊണ്ടൊക്കെ മൂടിയിട്ടിരിക്കുകയാണ്. हालेलुया। उस बिस्तर पे हालेलुया एक पुतला बनाकर उसके ऊपर चादर ढाक कर उसको दिखाया कि ये दाऊद है जो सो रहा है करके वहां पर बताया। പക്ഷേ അവർക്ക് പാവയെ കൊല്ലാൻ പറ്റിയുള്ളൂ, ദാവീദിനെ കൊല്ലാൻ പറ്റിയില്ല. मगर वे लोग वहां पर दाऊद को मारने के लिए आए, मगर वहां पर दाऊद तो नहीं मिला, केवल वो पुतला वहां पर बिस्तर पर पड़ा हुआ मिला। അങ്ങനെയൊക്കെ രക്ഷിച്ച ഒരു സഹോദരിയാണ് നീ. इस प्रकार दाऊद को बचाने वाली एक बहन थी मीकल। തന്റെ ഭർത്താവിനെ രക്ഷിച്ച ഒരു ഭാര്യയായിരുന്നു. अपने पति को बचाने वाली एक पत्नी थी मीकल। പലരും പലരെ രക്ഷിക്കുവാൻ ആരെങ്കിലേക്ക് ദൈവം ഈ ഭൂമിയിൽ കരുതും. देखो किसी ना किसी को तो परमेश्वर इस दुनिया में हालेलुया लोगों को बचाने के लिए तैयार करते हैं। പൗലോസിനെ കൊല്ലുവാൻ വേണ്ടി വട്ടം കൂട്ടുമ്പോൾ അവനെ രക്ഷിച്ചത് വിശ്വാസികളായിരുന്നു. पर पौलुस को मारने के लिए जब लोग तैयार हो गए थे, उस समय उसकी सहायता के लिए वहां के विश्वासी लोग खड़े हुए। വേദപുസ്തകം പറയുന്ന ഒരു കൊട്ടയ്ക്കകത്താക്കി മതിലിൽ കൂടി പൗലോസിനെ ഇറക്കി വിട്ടെന്നാണ്. वचन इस प्रकार कहता है कि एक टोकरी में पौलुस को बैठाकर उस ऊंची दीवार के ऊपर से उसको नीचे को हालेलुया उतार दिया। ഇന്നത്തെ ദേവദാസന്മാരാണെങ്കിൽ കൊട്ടയ്ക്കകത്ത് കയറുവാൻ ഭയപ്പെടും. अगर आज के परमेश्वर के दास लोग होते हैं तो उस टोकरी में बैठने के लिए वो थोड़ा सा डरते, കാരണം മുകളിൽ നിന്നും കയറെ പിടിച്ച് താഴത്തേക്ക് ഇറക്കി വിടുന്നത് വിശ്വാസികളാണ്. क्योंकि हालेलुया ऊपर से हालेलुया उस टोकरी में रस्सी बांधकर विश्वासी लोग हैं जो नीचे उतार रहे हैं। കൈവിട്ട് കഴിഞ്ഞാൽ പൗലോസ് കൊട്ടയുമായി താഴെ വീഴും. अगर विश्वासी लोग मन में सोचे और उस रस्सी का पकड़ जो है उन्होंने जो पकड़ रखा है छोड़ दे, तो पौलुस जो है ऊपर से नीचे सीधा गिर सकता है। എന്നാൽ ആ കാലഘട്ടത്തിൽ പാസ്റ്ററിനെ രക്ഷിച്ച വിശ്വാസികളെ കുറിച്ച് നമുക്ക് കാണുവാൻ കഴിയും. मगर उस युग में पास्टर को बचाने वाले विश्वासियों के बारे में हम वचन में देखते हैं। അങ്ങനെ പറഞ്ഞ ആരെങ്കിലേക്ക് രക്ഷിക്കാൻ ആരെങ്കിലേക്ക്. इसका मतलब है किसी ना कोई ना कोई तो होगा जो लोगों की सहायता के लिए बचाव के लिए परमेश्वर जिनको तैयार करता है। അമ്മയോ സഹോദരങ്ങളോ കൂട്ടുകാരോ വിശ്വാസികളോ ആരെങ്കിലേക്ക് ദൈവം നമുക്ക് വേണ്ടി കഴിയും. माता पिता भाई बहन या विश्वासियों को या किसी ना किसी व्यक्ति को परमेश्वर जरूर हमारी सहायता के लिए खड़ा करता है। എന്നാൽ ചിലരെ രക്ഷിക്കാൻ ആരും കാണില്ല, അവര് മാത്രമേ കാണൂ. मगर कुछ लोगों के जीवन में देखते हैं उनको बचाने के लिए कोई नहीं होता, केवल वे लोग अपने आप को ही बचाना उनको पड़ता है। അങ്ങനെ ഒരു സഹോദരി വിശുദ്ധ വേദപുസ്തകത്തിലുണ്ട്. ऐसी एक बहन के बारे में हम पवित्र शास्त्र में देखते हैं। 12 വർഷമായി ഒരു രോഗത്താൽ പിടിക്കപ്പെട്ട സഹോദരി. हालेलुया वो बहन जिसके शरीर में 12 साल से हालेलुया एक बीमारी थी। എന്നാ രോഗം ബാധിച്ചാലും 6 മണിന് ശരീരം വിട്ടുകൊടുക്കുക എന്ന് പറഞ്ഞ് മനസ്സിൽ കുറച്ച് തീരുമാനമെടുത്തു. हालेलुया कोई भी बीमारी शरीर में क्यों ना आए, उस बहन ने सोच रखा था कि मैं अपने जीवन को समाप्त होने नहीं दूंगी, इसमें से ना किसी प्रकार मैं जरूर बच निकलूंगी। ശരീരം ബലഹീനമാണെങ്കിലും മനസ്സുകൊണ്ട് അവൾ പ്രതിരോധിച്ച് നിൽക്കുകയായിരുന്നു. शरीर कमजोर है मगर वो अपने मन में काफी हिम्मत धरे हुए है, विश्वास के साथ वो जीवन जी रही है। ഒരിക്കൽ അവൾ അവളെ തന്നെ രക്ഷിക്കുവാൻ പെരുവഴിയിലേക്ക് ഇറങ്ങി. एक दिन वो अपने आप को बचाने के लिए वो हालेलुया उस सड़क पर उतर कर आई। അപ്പനില്ല, അമ്മയില്ല, സഹോദരങ്ങളില്ല, കൂട്ടുകാരില്ല, ആരുമില്ല, വിശ്വാസികളില്ല. പക്ഷെ അവളുടെ എടുത്ത തീരുമാനം, ഞാൻ എന്നെ തന്നെ രക്ഷിക്കും. उस बहन की सहायता करने के लिए उसके माता पिता भाई बहन कोई भी नहीं है, विश्वासी लोग नहीं है, मगर उसने अपने मन में ठान लिया था कि मैं अपनी सहायता खुद करूंगी। നിങ്ങളെ രക്ഷിക്കുവാൻ മറ്റാരുമില്ലെങ്കിൽ നിങ്ങൾ നിങ്ങളെ തന്നെ രക്ഷിക്കുന്നവരായിരിക്കും. हालेलुया यदि आपकी सहायता करने के लिए, आपको बचाने के लिए और कोई आपके साथ ना भी हो, मगर आप अपने आप को बचाने वाले होने पाए। അവൾ എങ്ങനെയാണ് രക്ഷപ്പെട്ടത്? ദൈവത്തിന്റെ ശക്തിയാലാണ് അവൾ രക്ഷപ്പെട്ടത്. वो बहन कैसे उसने छुटकारा पाया? परमेश्वर की सामर्थ पाकर वो उसने अपने शरीर में छुटकारा पा लिया। അവൾ യേശുവിന്റെ വസ്ത്രത്തിൽ തൊട്ടു, ശക്തി പുറപ്പെട്ടു, അവൾ വിടുവിക്കപ്പെട്ടവളായി. वो बहन हालेलुया अपने घर से बाहर निकली, यीशु के वस्त्रों को उसने छुआ, उसके यीशु के वस्त्र को छुआ और वो चंगी हो गई। ആരും നിങ്ങളെ രക്ഷിക്കുവാനില്ലെങ്കിൽ നിങ്ങൾ തന്നെ നിങ്ങളെ രക്ഷിക്കുന്നവരായിരിക്കും. कोई भी आपको बचाने के लिए बेशक नहीं होंगे, मगर आप अपने आप को बचाने वाले हो। ദൈവാശ്രയ ബോധത്തിൽ ദൈവത്തിൽ ആശ്രയം വെച്ചുകൊണ്ട് നിങ്ങൾ നിങ്ങളെ തന്നെ രക്ഷിക്കുവാൻ ശ്രമിക്കുക. परमेश्वर पर भरोसा रखते हुए, परमेश्वर पर आस रखते हुए आप अपने आप को बचाने के लिए हमेशा तैयार रहें। എന്നാൽ ഈ കുളത്തിന്റെ കരയിലേക്ക് കർത്താവ് ചെല്ലുന്ന സമയത്ത്, इस कुंड के पास यीशु मसीह जब आते हैं, തന്നെ തന്നെ പോലും രക്ഷിക്കുവാൻ കഴിയാതെ കിടക്കുന്ന ഒരു മനുഷ്യൻ. देखो यहाँ पर एक व्यक्ति को हम देखते हैं जो अपने आप को भी नहीं बचा पा रहा है। തനിക്ക് തന്നെ പോലും രക്ഷിക്കാൻ കഴിയില്ല, കാരണം തന്റെ അവസ്ഥ അങ്ങനെയാണ്. देखो वो अपने आप को भी नहीं बचा पा रहा है क्योंकि उसकी अवस्था उस प्रकार की है। അതുകൊണ്ട് തന്നെ ആ മനുഷ്യന്റെ പരിഭവവും പരാതിയും ഇതായിരുന്നു, എന്നെ രക്ഷിക്കുവാൻ, എന്നെ കുളത്തിലിറക്കുവാൻ ആരുമില്ല. इस वजह से उस व्यक्ति के जीवन की सबसे बड़ी शिकायत यही है कि मुझे बचाने के लिए, मुझे उस कुंड में उतारने के लिए कोई मेरी सहायता के लिए नहीं है। അതാ ഞാൻ പറഞ്ഞ, പലർക്കും പലയിടത്തും ഒരു രക്ഷിക്കുവാൻ, അവരെ ഇറക്കിക്കൊണ്ടുവരുവാൻ, വിടുവിക്കുവാൻ ആരെയെങ്കിലൊക്കെ എവിടെങ്കിലൊക്കെ മേഖലയിൽ ദൈവം കരുതിയിട്ടുണ്ട്.
हालेलुया। इसलिए मैंने पहले कहा कि हालेलुया लोगों को बचाने के लिए, छुड़ाने के लिए किसी ना किसी को तो परमेश्वर जरूर हालेलुया तैयार करता है। പക്ഷെ ഇവിടെ ഈ സഹോദരൻ പറയുന്നത് എനിക്ക് വേണ്ടി ആരുമില്ലെന്നാണ്. मगर यहाँ पर ये भाई कह रहा है कि मेरी सहायता के लिए कोई नहीं है, പക്ഷെ ആർക്കുമില്ലാത്തവർക്ക് കർത്താവുണ്ട്. जिनके साथ देने के लिए कोई नहीं है उनको परमेश्वर साथ देता है, ആരുമില്ലാത്തവർക്ക് കർത്താവ് വെളിപ്പെടാൻ പോവുകയാണ്. जिनके जीवन में कोई मदद के लिए नहीं है उनकी मदद के लिए परमेश्वर आता है। പലർക്ക് അപ്പനുണ്ടായിരുന്നു, अनेक लोगों के साथ उनके पिता थे, പലർക്ക് അമ്മയുണ്ടായിരുന്നു, अनेक लोगों को साथ देने के लिए उनकी माँ उनके साथ थी, പെങ്ങന്മാരുണ്ടായിരുന്നു, बहन लोग थे സഹോദരങ്ങളുണ്ടായിരുന്നു, या भाई लोग उनके साथ सहायता के लिए थे കൂട്ടുകാരുണ്ടായിരുന്നു. या साथी उनके साथ थे। പക്ഷെ ഈ മനുഷ്യന്റെ പരിഭവം ഇതായിരുന്നു, 38 വർഷമായി ഞാൻ ആരും ഇവിടെ കണ്ടിട്ടില്ല. मगर इस व्यक्ति के जीवन की सबसे बड़ी शिकायत और दुख यही था कि 38 साल हो गए, मेरी सहायता के लिए यहाँ पर मैंने किसी को नहीं देखा, എന്നെ ഇവിടെ തേടി വരുവാൻ ഒരു മനുഷ്യൻ പോലും ഇല്ല. പക്ഷെ വന്ന ഒരൊറ്റ വ്യക്തി നീ മാത്രമാണ്. मुझे ढूंढ कर आज तक कोई भी यहाँ पर नहीं आया, केवल और केवल इस 38 साल में केवल तू है जो मेरे पास आया है। ഞാൻ പ്രതീക്ഷിച്ചവരെ ആരെയും ഈ പ്ലേസിൽ ഞാൻ കണ്ടിട്ടില്ല. जितनों से मैंने सहायता की उम्मीद की थी उनमें से किसी को भी मैंने यहाँ पर नहीं देखा। എനിക്ക് ആരുമില്ല കർത്താവേ, നീ മാത്രമേ എനിക്കിപ്പോൾ രക്ഷയായി. मेरी सहायता के लिए कोई भी नहीं है परमेश्वर, मेरी सहायता केवल और अब आप ही हो। എനിക്കറിയില്ല എന്ന് പരിശുദ്ധാത്മാവോട് പറയുന്നു, ആരുമില്ലാത്തവർക്ക് വേണ്ടി കർത്താവ്. यस, परमेश्वर की आत्मा आज मुझसे कह रही है कि हालेलुया जिनके लिए सहायता के लिए कोई नहीं है मगर आपके लिए परमेश्वर आपके साथ है। എത്ര പേർ ചങ്കത്ത് കൈവച്ച് പറയും, എന്റെ കുടുംബത്തിന് വേണ്ടി, എനിക്ക് വേണ്ടി, എന്റെ തലമുറയ്ക്ക് വേണ്ടി, മറ്റാരെങ്കിലും ഇല്ലെങ്കിലും എന്റെ യേശു എനിക്ക് വേണ്ടി. कितने लोग अपने छाती पर हाथ रख के इस प्रकार बोल सकते हैं कि मेरे लिए, मेरे परिवार के लिए, मेरी सहायता के लिए कोई भी यदि ना हो मगर मेरा परमेश्वर जरूर मेरे साथ है। നീ ക്ഷയിക്കുവാൻ, നീ നശിക്കുവാൻ, നീ തകർന്നു പോകുവാൻ നീ സേവിക്കുന്ന നിന്റെ ദൈവം അനുവദിക്കുകയില്ല. അവൻ നിന്നെ സംരക്ഷിക്കുകയും മാനിക്കുകയും ഉയർത്തുകയും ചെയ്യുന്ന ദൈവമാണ്. ആ ദൈവം നിനക്ക് സഹായമായി വെളിപ്പെടാൻ പോകുകയാണ്. हालेलुया आपको कमजोर होने के लिए, आपके जीवन को खत्म करने के लिए हालेलुया कितने लोग भी कोशिश क्यों ना करें मगर वो खत्म होने नहीं देगा। आपके जीवन को सुरक्षित रखने वाला एक परमेश्वर हमारे लिए है प्रियो। ആരുമില്ലെന്ന് പറഞ്ഞവനെ ചേർത്ത് പിടിച്ച് ആ പ്രതിസന്ധിയുടെ നടുവിൽ നിന്നും, ആ പ്രശ്നത്തിന്റെ നടുവിൽ നിന്നും യേശുവിനെ വിടുവിച്ചെടുക്കുകയായി. जिसने कहा था कि मेरे जीवन में मेरी सहायता के लिए कोई नहीं है मगर उस विपरीत परिस्थिति में भी उसको बचाने के लिए यीशु मसीह वहां पर जाते हुए और उसकी सहायता करते हुए हम देख सकते हैं। എത്ര പേർ ഇന്ന് പകൽ വിശ്വസിക്കുന്നു, എനിക്ക് എന്റെ കർത്താവ്. कितने लोग आज दिन विश्वास करते हैं कि मेरा परमेश्वर मेरे साथ है, അവൻ എന്നെ വിടുവിക്കാൻ പോകുകയാണ്, वो मुझे छुड़ाने जा रहा है, അവൻ എന്നെ ഉദ്ധരിക്കാൻ പോകുകയാണ്, वो मुझे बचाने जा रहा है, അവൻ എന്നെ രക്ഷിക്കാൻ പോകുകയാണ്. वो मेरी सहायता करने जा रहा है। ഇന്ന് പകൽ വിശ്വസിക്കുന്നവരുടെ മേൽ വ്യാപരിക്കുന്ന സാധാരണ ദൈവശക്തി यस, आज विश्वास करने वाले लोगों के ऊपर परमेश्वर की सामर्थ उतर कर आ रही है। നിങ്ങൾ ആയിരിക്കുന്ന ഇടത്തിരുന്നു കൊണ്ട് ഒറ്റ സെക്കൻഡ് ഒന്ന് പ്രാർത്ഥിച്ചാൽ, आप जहां कहीं बैठे हैं एक पल अपनी आंखों को बंद करके आप प्रार्थना करें। നിങ്ങളുടെ അരികിലേക്ക് സമീപത്തേക്ക് ഒരു ദൈവശക്തി വ്യാപരിക്കാൻ പോകുകയാണ്. आपके निकट, आपके पास परमेश्वर की वो सामर्थ उतर कर आ रही है। ആരുമില്ലെന്ന് പറഞ്ഞവന്റെ അരികിലേക്ക് വന്ന ദൈവത്തിന്റെ സാന്നിധ്യം, जिसने कहा था कि मेरे पास मेरी सहायता के लिए कोई नहीं है मगर यीशु की उपस्थिति उसके पास आया। ആ യേശു നിങ്ങളെ തൊടാൻ പോകുകയാണ്. वो यीशु आज आपको भी छूने जा रहा है। നിങ്ങളുടെ ജീവിതത്തിൽ യേശു അത്ഭുതങ്ങൾ ചെയ്യാൻ പോകുകയാണ്. आपके जीवन में भी यीशु अद्भुत कामों को करने जा रहे हैं। അവൻ നിങ്ങളെ സൗഖ്യമാക്കാൻ പോകുകയാണ്. वो यीशु आपको चंगा करने जा रहा है। കർത്താവ് എന്ന് പകൽ എന്നോട് പറയുന്നു, ചിലരുടെ മേൽ കർത്താവിന്റെ അസാധാരണ ശക്തി വീട് നമുക്കായി മാറട്ടെ. परमेश्वर की आत्मा मुझसे कह रही है आज के दिन परमेश्वर की सामर्थ, असीम सामर्थ लोगों के ऊपर उतर कर आ रही है। ദൈവം എന്ന് പകൽ നിന്നെ തൊടുന്ന പകലാണ്. आज का दिन परमेश्वर आपको छूने जा रहा है। ആരൊക്കെ ഉണ്ടായിരുന്നു കൊണ്ട് പലരും പലയിടങ്ങളിലും എത്തപ്പെട്ടു. देखो अनेक लोगों के जीवन में उनकी सहायता के लिए काफी लोग थे, इस वजह से वे लोग बचकर अनेक अनेक अच्छे स्थानों में पहुंच गए। പക്ഷേ ഒരപ്പനുള്ളതിനേക്കാൾ, അമ്മയുള്ളതിനേക്കാൾ, പെങ്ങളുള്ളതിനേക്കാൾ, കൂട്ടു സഹോദരനുള്ളതിനേക്കാൾ, വിശ്വാസിയുള്ളതിനേക്കാൾ പവർഫുൾ ആയിരിക്കുന്ന ദൈവ സാന്നിധ്യം നിന്റെ മേൽ വ്യാപരിക്കാൻ പോകുകയാണ്. यस हालेलुया, मगर हालेलुया एक माता पिता भाई बहन हमारे साथ होने से बढ़कर या विश्वासी लोग हमारे साथ होने से उत्तम है प्रियो परमेश्वर की जो सामर्थ और उपस्थिति जो हमारे साथ हमेशा बनी रहेगी। അവർക്കൊക്കെ പരിമിതി ഉള്ളവരാണ്, അവർക്കൊക്കെ പരിമിതികളുണ്ട്. പക്ഷേ പരിമിതികളില്ലാത്ത നസ്രായന്റെ കരങ്ങൾ ഇന്ന് പകൽ നിന്നെ പിടിക്കാൻ പോകുകയാണ്. इस दुनिया के लोग हालेलुया जो हमारा साथ देते हैं उनके जीवन में भी काफी सीमाएं हैं, उनकी सहायता में, उनकी मदद में काफी सीमाएं हैं मगर नासरी यीशु हालेलुया जो किसी सीमाओं के अधीन में नहीं है, वो परमेश्वर हमारे हाथों को पकड़ने जा रहे हैं। ആ ശക്തനായിരിക്കുന്ന ദൈവത്തിന്റെ കരം ഈ ദിവസങ്ങളിൽ നിന്ന് തൊടുകയാണ്. वो सामर्थी परमेश्वर का हाथ इन दिनों में आपको छू रहा है। ജനത്തിന്റെ മേൽ ആ ദൈവശക്തി വീഴട്ടെ. यस, परमेश्वर इन लोगों के ऊपर परमेश्वर की सामर्थ उतर कर आने पाए। ഓ ദീർഘവർഷങ്ങൾ നഷ്ടപ്പെട്ടു പോയി നിന്നെ തേടി വരുന്ന ഒരു കർത്താവിന്റെ സാന്നിധ്യം യേശുവിൻ നാമത്തിൽ ഇന്ന് പകൽ വെളിപ്പെട്ട് വരട്ടെ.
यस, अनेक साल जो आपके जीवन में नष्ट हो चुके होंगे, मगर आज आपको बचाने वाली परमेश्वर की उपस्थिति आपके ऊपर उतर कर आने पाए। ഇനി ആ 5 മണ്ഡപങ്ങൾക്കകത്ത് നിന്റെ ജീവിതം ഒതുങ്ങാതെ വണ്ണം നിന്നെ അവിടുന്ന് പുറപ്പെടുവിക്കുന്ന ഒരു കർത്താവിന്റെ ശക്തി ഇന്ന് പകൽ ഇവിടെ മേൽ വ്യാപരിക്കപ്പെടട്ടെ. यस, हालेलुया। अब आपका जीवन केवल इन 5 औजारों के अंदर सीमित ना रहते हुए वहां से बाहर निकालने वाली परमेश्वर की महान उपस्थिति आज आपको छू लेने पाए। വിശ്വസിക്കുന്നവർ കരമടിച്ചുന്ന ദൈവ സാന്നിധ്യത്തെ സ്വാഗതം ചെയ്താൽ यस, विश्वास करने वाले लोग ताली बजाकर उस परमेश्वर की उपस्थिति को स्वीकार करें। ദീപരാജന ഘടക യേശുവിന്റെ ശക്തി നിങ്ങളെ തൊടുകയാണ്. കർത്താവിന്റെ സാന്നിധ്യത്തെ വിടുവിക്കുകയാണ്. यीशु की सामर्थ आपको छू रहा है। രമന ഘടക രമന ഘടക ശംഭവാരക ശംഭവാരക